എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പ്രഖ്യാപിച്ചു, ആയിഷ, മെൻസസിലുള്ള പെണ്ണിനെ തൊടുന്നത് കൊണ്ട് വിരോധമില്ല. മെൻസസിലുള്ള പെണ്ണിന് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമില്ല. മെൻസസിലുള്ള പെണ്ണിന് ഭാര്യയും ഭർത്താവും രാത്രി ഒന്നിച്ചു ഉറങ്ങുന്നതിനും തടസ്സമില്ല. മെൻസസിലുള്ള പെണ്ണിന് ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്നതിനും കുഴപ്പമില്ല. കുഴപ്പം ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, മാ ബൈന സുറത്തി വറുക്ബത്തി, അവരുടെ ശാരീരികമായി ബന്ധപ്പെടൽ ഹറാമാണ്, നിഷിദ്ധമാണ്. മെൻസസ് പീരീഡിലോ ഭാര്യയുമായി ഒരാൾ സംസ്കർഷ ബന്ധം പുലർത്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ കഠിനമായി വിരോധിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരുത്തൻ മെൻസസിലുള്ള പെണ്ണുമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവന്റെ മുഖത്തേക്ക് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. ഇനി ഏതെങ്കിലും ഒരുത്തൻ മെൻസസിലുള്ള പെണ്ണുമായി ബന്ധപ്പെട്ടാൽ ആ സമയത്ത് പെണ്ണ് പ്രഗ്നന്റ് ആവില്ല. അബദ്ധത്തിൽ യാദൃച്ഛികമായി യാദൃച്ഛികമായി ഒരാൾ മെൻസസിലുള്ള സ്ത്രീയുമായി ബന്ധപ്പെട്ടു, അബദ്ധത്തിൽ അവളങ്ങ് ഗർഭിണിയായി എന്ന് വെക്കുക. ഗർഭിണിയാവാൻ പോടില്ല. മെൻസസ് പീരീഡിൽ പെണ്ണ് ഗർഭിണിയല്ല. മെൻസസ് കഴിഞ്ഞതിന്റെ ശേഷമാണ് പെണ്ണിന് ഗർഭിണിയാവാനുള്ള സാധ്യതയുള്ളൂ. ചിലപ്പോഴൊക്കെ അന്നാദുറുക്കൽ അദമി എന്ന് പറഞ്ഞ പോലെ അപൂർവമായിട്ട് ചിലതൊക്കെ സംഭവിച്ചു കൂടായികല്ലോ, തല തിരിഞ്ഞിട്ട് സംഭവിക്കാറുണ്ടല്ലോ എന്ന പോലെ ഒരാൾ മെൻസസിലുള്ള സമയത്ത് ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടു, ആ ബന്ധപ്പെട്ടതിൽ അയാൾക്കൊരു കുട്ടി ജനിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കുട്ടി മന്ദബുദ്ധിയായി തീരും, ആ കുട്ടി വികലാംഗനായി തീരും, ആ കുട്ടി മന്ദബുദ്ധിയായി തീരും. അതുകൊണ്ട് മെൻസസിലുള്ള സമയത്ത് നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പാടില്ല. ആരാ പറയുന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണിന് ഇസ്ലാം മതം ഒരുപാട് സ്വാതന്ത്ര്യം നൽകപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മെൻസസിലുള്ള പെണ്ണ് നിസ്കരിക്കേണ്ടതില്ല, ഇസ്ലാം മതം പറഞ്ഞു. 5 വഖത്ത് നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ ആണുപെണ്ണുങ്ങൾക്കും ഒരുപോലെ നിർബന്ധമാണ്. എന്നാൽ മെൻസസിലുള്ള പെണ്ണ് മെൻസസിന്റെ സമയത്ത് നിസ്കരിക്കേണ്ടവളില്ല. നിഫാസ് പ്രസവിച്ച പെണ്ണ് പ്രസവ രക്തമുള്ള സമയത്ത് അവൾ നിസ്കരിക്കേണ്ടതില്ല. ഈ 2 പീരീഡിലെ സമയത്തിലെ നിസ്കാരം അവൾ ഖളാ വീട്ടേണ്ടതില്ല, അവൾ മടക്കേണ്ടതില്ല. ഇത് ഇസ്ലാം മതം പെണ്ണിന് കൊടുത്ത ആനുകൂല്യമാണ്. വേറെയും കുറെ ആനുകൂല്യം ഇസ്ലാം മതം പെണ്ണിന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആനുകൂല്യം പെണ്ണിന് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളുടെ പട്ടികയും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ലോകത്തെ ആനുകൂല്യം പെണ്ണിന് കൊടുത്തത് ഇസ്ലാം മതമാണെന്ന് കണ്ടെത്താൻ കഴിയൂ. നിങ്ങൾ കണ്ടോ? ഇസ്ലാം മതം അതാ പുരുഷനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, പുരുഷനെ വിളിച്ചുകൊണ്ട് ഇസ്ലാം മതം പറയുകയാണ്, ഭാര്യക്ക് ഭർത്താവ് കൊടുക്കേണ്ട കടമകൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒന്നാമത്തെ കടമ സുരക്ഷിതത്വമാണെന്ന് ഖാല റസൂലുള്ളാഹ്. അപ്പോഴല്ലേ ഗാർഹിക പീഡന നിയമമൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്? മോനെ ഇന്നലെ ടിവിയിലും പത്രങ്ങളിലൊക്കെ ഗാർഹിക പീഡന നിയമം, യാമിനി, തങ്കച്ചിയൊക്കെ വലിയ ചർച്ചയാണ്. പക്ഷേ ഗാർഹിക പീഡന നിയമം വളരെ നേരത്തെ തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടേണ്ട ഒന്നാമത്തെ കാര്യം സുരക്ഷിതത്വമാണെന്ന് ഖാല റസൂലുള്ളാഹി. അത് അവളുടെ റൈറ്റ്, അവളുടെ അവകാശം. സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം പെണ്ണിന് ഭർത്താവിൽ നിന്ന്. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടേണ്ടത് അവളുടെ താമസം ഭർത്താവ് കൊടുക്കൽ നിർബന്ധമാണ്. താമസം കൊടുക്കാൻ പോകും അല്ല, സീറ്റ് മാറി വെരി ഗുഡ്. ഇനി ഒതുണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് പോകാം കേട്ടോ. അപ്പോ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? താമസം. ഭർത്താവ് വീടുണ്ടാക്കി കൊടുക്കണം, ഭാര്യക്ക് നിർബന്ധമാണ്. മൂന്നാമത് കിട്ടേണ്ടത് എന്താണ്? വസ്ത്രം. ഭാര്യയുടെ എല്ലാ വസ്ത്രവും ഭർത്താവിൻ്റെതായിരിക്കണം. ഭർത്താവായിരിക്കണം വസ്ത്രത്തിന്റെ റെസ്പോൺസിബിലിറ്റി, ചുമതല ഭർത്താവ് വഹിക്കണം. നാലാമത് ഭക്ഷണം.
ഭാര്യയ്ക്ക് വേണ്ട മുഴുവൻ ഭക്ഷണവും കൊടുക്കേണ്ടത് ഭർത്താവാണ്. ഭാര്യ എനിക്ക് കയ്യിൽ വാക്കണ്ട. അഞ്ചാമത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഇതൊക്കെ കൊടുത്തതിന്റെ പുറമെ പറഞ്ഞു ലൈംഗിക സമത്വം. ഇതൊക്കെ ഇസ്ലാം മതം പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഈ ബില്ലൊക്കെ മുഹമ്മദ് നബി എന്നോ മദീനയിൽ അവതരിപ്പിച്ച് പാസാക്കിയ ബില്ലാ പോലെ. എന്നിട്ടും നമ്മുടെ വനിതാ സംവരണ ബില്ലിൽ പെണ്ണിന് എത്ര സംവരണ കൊടുത്ത്? 40%. പ്രവാചകൻ കൊടുത്തതോ 101%. കേട്ടോ, നമ്മുടെ ബില്ല് എപ്പോഴും 40% സംവരണത്തിൽ നിൽക്കാണ്. വനിതാ സംവരണ ബില്ല് പാർലമെന്റിൽ പാസാക്കിയ ബില്ല്. പ്രവാചകൻ 101% സംവരണ കൊടുത്തത്. അത് ഞാൻ പറയുമ്പോൾ കാൽക്കുലേഷൻ ചെയ്ത് കണക്കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് പുറമെ ലൈംഗിക സമത്വം കൊടുക്കണം എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ ലൈംഗിക സമത്വം? എന്താ ഈ ലൈംഗിക സമത്വം? പ്രവാചകൻ അതിന് ഡെഫിനിഷൻ പറഞ്ഞു. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് സമ്പൂർണമായ ലൈംഗിക സുഖം കിട്ടണം. കിട്ടണില്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ അങ്ങോട്ട് ഡൈവേഴ്സ് ചെയ്യാം. കുടുംബ കോടതിയിൽ ഒന്നും പോണ്ട. ഇവിടുത്തെ നിയമപ്രകാരം നമ്മൾ കുടുംബ കോടതി പോകണുണ്ടോ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ നിയമം പാലിക്കണം ഇവിടുത്തെ മുസ്ലിം. ഇത് ഞാൻ ഇസ്ലാമിന്റെ നിയമം പറഞ്ഞ ഇസ്ലാം പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഭർത്താവിൽ നിന്ന് ലൈംഗികമായിട്ട് സുഖം ഒരു പെണ്ണിന് കിട്ടണില്ലെങ്കിൽ ആ പ്രൊവിഷൻ വെച്ചുകൊണ്ട് ഭർത്താവിനെ ഖുൽഉ ചെയ്യാം. ഖുൽഉ എന്ന് പറഞ്ഞൊരു നിയമം ഇസ്ലാം മതത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിന് ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ട് പതുക്കെ പടി പിടിച്ച് പുറത്താക്കണം. അങ്ങനെ ഒരു നിയമമുണ്ട്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ പലരെയും പുറത്താക്കാത്തത് കേട്ടോ. പക്ഷെ അത് അങ്ങനെ അങ്ങ് പ്രൂവ് ചെയ്താലൊന്നും പറ്റൂല കേട്ടോ. കുറച്ച് കോംപ്ലിക്കേഷൻ ആ കേസ്. ഇസ്ലാമിലെ മതത്തിൽ അങ്ങനെ പുറത്താക്കണമെങ്കിൽ കാദിയുടെ മുമ്പിൽ കേസ് കൊടുക്കണം. കാദി ഭാര്യനെയും ഭർത്താവിനെയും വിളിക്കും. കാദി വിഷയങ്ങൾ പരിശോധിക്കും, പഠിക്കും. എന്നിട്ട് അതിന് ആർഗ്യുമെന്റ് ചെയ്തിട്ട് കാദി വിധി പറയണം. അല്ലാതെ സ്വയം അങ്ങോട്ട് വെറുതെ നാളെ പോലും നിങ്ങൾ വയ്ക്കുമോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ പത്രങ്ങളിലൊക്കെ കാണാനല്ലേ ഫസഖ് പരസ്യം എന്ന് പറഞ്ഞൊരു പരസ്യം. ഫസഖ്, ഖുൽഉ, 2 ആനുകൂല്യം പെണ്ണിന് ഇസ്ലാം മതം കൊടുത്തിട്ടുണ്ട്. ആണിന്റെ കയ്യിൽ ആകെയുള്ള ഒരു തലാക്ക് മാത്രമേ ഉള്ളൂ. അത് കേരള പോലീസിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് പോലത്തെ ഒരു സാധന. കേരള പോലീസിന്റെ കയ്യിൽ തോക്കുണ്ട്, പക്ഷെ വെടിവെക്കാനുള്ള ഓർഡർ ഇല്ല. ഉണ്ടോ? പോലീസിന്റെ കയ്യിൽ തോക്കുണ്ടായിട്ട് കാര്യമില്ല. വെടിവെക്കണമെങ്കിൽ തഹസിൽദാർ പറയണം, അല്ലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പറയണം, അല്ലെങ്കിൽ മേലുന്ന ഉദ്യോഗസ്ഥന്റെ ഓർഡർ വരണം. അതല്ലേ വീരപ്പനെ പിടിക്കാൻ പോയ കേരള പോലീസുകാർ വേഗം തിരിച്ചു പോകുന്നത്. കാരണം അവിടെ ഓർഡർ കിട്ടുമ്പോഴേക്കും വീരപ്പൻ കാച്ചിക്കളയും സകലത്തിൽ. കാട്ടിന്റെ വനാന്തരത്തിൽ വയർലെസ് കിട്ടുന്നില്ല. വീരപ്പനെ കണ്ട വെടിവെക്കാനുള്ള ഓർഡർ ഇല്ല. പോകാനേ ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. വീരപ്പനാണെങ്കിൽ ആരും നോക്കണം, ഓർഡറും ഒക്കെ എല്ലാം കണക്കൂട്ടിയിരിക്കുകയല്ലേ. അപ്പൊ നോക്കൂ നിങ്ങള്, ഞാൻ കേരള പോലീസിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് പോലെയാണ് തലാക്ക് എന്ന് പറഞ്ഞ കാര്യം. തലാക്ക് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കണമെങ്കിൽ 4 കടമ്പ കയ്യണം. ഖുർആൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ഫഇദൂഹുന്ന. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിപ്പോയ ആദ്യം ചെയ്യുന്നത് ഫഇദൂഹുന്ന. ഭർത്താവ് ഭാര്യയ്ക്ക് വിളിച്ചിട്ട് വയല് പറഞ്ഞു കൊടുക്കണം. വയല് പറഞ്ഞു കൊടുത്തിട്ടും ഭാര്യ നേരെയായില്ലെങ്കിൽ കിടപ്പറയിൽ വർജിക്കണം. വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഇ. ഭാര്യയും ഭർത്താവും 2 സ്ഥലത്ത് കിടക്കണം. ഒന്നിച്ച് ഭാര്യയുടെ കൂടെ കിടക്കരുത്. 2 സ്ഥലത്ത് കിടന്നിട്ടും ഭാര്യ നേരെയാവുന്നില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വദ്രിബൂഹുന്ന ഐ ഗൈറ മുബർരിഹിൻ. പൊട്ടാത്ത രൂപത്തിൽ, വടുവാവാത്ത രൂപത്തിൽ, അടയാളമാവാത്ത രൂപത്തിൽ ചെറിയ ഒരു ശിക്ഷ അവൾക്ക് കൊടുക്കണം. ചെറുതായിട്ടൊക്കെ അടിക്കാം, വലുതായിട്ടൊന്നും അടിച്ചു കൂടാട്ടെ മോനെ. ഖുർആൻ പറഞ്ഞു ചെറുതായിട്ടൊരു ശിക്ഷ കൊടുക്കാം. അത് പൊട്ടാൻ പാടില്ല, കയ്യും കാലും ഓടിക്കാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ല, മാർവിടത്തിൽ അടിക്കാൻ പാടില്ല, ചുണ്ടത്തടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പുറമെയുള്ള അവയവങ്ങൾക്ക് കേടുപറ്റുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല. ചെറുതായിട്ടൊരു പ്രഹരം കൊടുക്കണം. എന്നിട്ടും അവള് നേരെയാവുന്നില്ലെങ്കിലോ ഖുർആൻ പറഞ്ഞു, അതാണ് ഇപ്പൊ സുപ്രീം കോടതിയും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പുരുഷന്റെ ഭാഗത്തുനിന്നൊരു മധ്യസ്ഥനെ പറഞ്ഞു വിടണം, പെണ്ണിന്റെ ഭാഗത്തുനിന്നൊരു മധ്യസ്ഥനെ പറഞ്ഞു വിടണം. 2 മധ്യസ്ഥന്മാര് തമ്മിൽ കോംപ്രമൈസ് ടോക്ക് ചെയ്യണം. കോംപ്രമൈസ് ടോക്ക് പരാജയപ്പെട്ട് ചീറ്റിപ്പോയാൽ 4ാമത് ഇസ്ലാം പറഞ്ഞു അവിടെയാണ് തലാക്ക് പാടുള്ളൂ. അങ്ങനെ തലാക്ക് ചെല്ലുന്നത് തന്നെ അല്ലാഹുക്ക് ഏറ്റവും ദേഷ്യമുള്ള സംഗതിയാണെന്ന് കാല റസൂലുള്ളാഹി. അല്ലാതെ ഓടി ചെന്നിട്ടൊരു പെണ്ണിനെ അങ്ങ് തലാക്കിയല്ലാന്ന് ഇസ്ലാം മതത്തിൽ പറ്റൂല. പക്ഷെ ഇപ്പൊ നമ്മുടെ ആളുകൾ ചെയ്യുന്നത് മുഴുവൻ സംതിങ് റോങ്ങാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തലാക്ക് പിടിച്ചോ. പോസ്റ്റ് വഴി തലാക്ക്, പള്ളി കമ്മിറ്റിക്ക് തലാക്ക്.
മിസ്യൂസ് ചെയ്യാൻ, നിയമം മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ഇസ്ലാമിനെ കുരിശിൽ തറക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ കറക്റ്റ് ആയിക്കൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ പെണ്ണിന് സ്വാതന്ത്ര്യം നൽകിയത് ഇസ്ലാമാണെന്ന് കാണാൻ. ഞാൻ പറഞ്ഞു വരുന്നത് ലൈംഗിക സമത്വം പെണ്ണിന് കൊടുക്കണമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആ വിധി എങ്ങനെ നടപ്പാക്കിയത് എന്നറിയോ? മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ റസൂൽ ഇരിക്കുന്ന സമയത്ത് ഒരു സഹാബി കടന്നു വന്നു. മോനെ നിനക്ക് ഒതുർക്കാരെയോ? മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ ഒരു സഹാബി കടന്നു വന്നു. ആ സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ല ഒരു പെണ്ണുങ്ങൾ കടന്നു വന്നു, സഹാബിച്ചിയായ ഒരു പെണ്ണുങ്ങൾ കടന്നു വന്നു. ആ പെണ്ണ് കടന്നു വന്നിട്ട് വിരിയുടെ മറവിൽ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കൊരു കംപ്ലൈന്റ് പറയാണ്ട് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ കംപ്ലൈന്റ് പെണ്ണെ? ആ പെണ്ണ് പറഞ്ഞു, നബിയേ, എനിക്ക് പറയാനുള്ള കംപ്ലൈന്റ് എന്റെ ഭർത്താവിനെ പറ്റിയാണ്. എന്റെ ഭർത്താവ് ഷണ്ടനാണ്. അയാളുടെ പക്കൽ നിന്ന് എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്, താമസം കിട്ടുന്നുണ്ട്, ചെലവിന് കിട്ടുന്നുണ്ട്, സുരക്ഷിതത്വമുണ്ട്. പക്ഷേ അയാൾ ലൈംഗിക ബന്ധത്തിന് പറ്റുന്നവനല്ല, അയാൾ ഷണ്ടനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരക്ഷരം മിണ്ടുന്നില്ല. ആ സമയത്ത് ഈ പെണ്ണ് തിരുത്തിരിക്കുന്ന തുണിയുടെ തലപ്പ് റസൂലുള്ളാഹിക്ക് മറവിൽ നിന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവിന്റെ ലൈംഗികാവയവം ഈ തുണിയുടെ തലപ്പ് പോലെയാണ്, അശല്ലാണ്. അറബിയിൽ പറഞ്ഞു പോയാൽ കുഴഞ്ഞു പോയവനാണ്, തളർച്ച പറ്റിയവനാണ്. അവനുമായി ലൈംഗിക വീഴ്ച നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് ഡൈവേഴ്സ് കിട്ടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലാകുന്ന കുടുംബ കോടതിയിലെ ജഡ്ജാകുന്ന മുഹമ്മദ് നബി വിധി പ്രഖ്യാപിക്കപ്പെട്ടു പോയി. നിനക്ക് ലൈംഗികമായ സുഖം തരുന്നതിൽ നിന്റെ ഭർത്താവ് പരാജിതനാണെങ്കിൽ നിനക്ക് അവനെ അങ്ങ് ഡൈവേഴ്സ് ചെയ്യാം. ഖുൽ എന്ന് പറയുന്ന നിയമപ്രകാരം ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിനൊരു നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഭർത്താവിനെ ഒഴിവാക്കിക്കോ പെണ്ണേ. ലോക ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് ഒരു പെണ്ണിന് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള പ്രൊവിഷൻ വെച്ചു കൊടുത്ത മതം ഇസ്ലാം മതമാണ്. ഏതെങ്കിലും മതത്തിൽ ഭർത്താവിന് പെണ്ണിനെ ഒഴിവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? ഇസ്ലാം മതത്തിൽ 2 പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിന്റെ പേരാണ് ഖുൽഅ്, രണ്ടിന്റെ പേരാണ് ഫസ്ഖ്. ഭർത്താവിൽ നിന്ന് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ചെലവ് കിട്ടാതെ വന്നാൽ, ഭർത്താവ് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ ഭാര്യയുമായി ബന്ധപ്പെടാതെ വന്നാൽ അവൾക്ക് ഭർത്താവിന് നഷ്ടപരിഹാരം കൊടുക്കാതെ തന്നെ ഒഴിവാക്കാനുള്ള നിയമമാണ് ഫസ്ഖ്. ആ പരസ്യമാണ് നമ്മൾ കോടതി വിധി പത്രങ്ങളിൽ കാണാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം മതം പെണ്ണിന് എല്ലാ സുരക്ഷിതത്വവും നൽകി, ഇസ്ലാം മതം പെണ്ണിനെല്ലാ ആനുകൂല്യവും നൽകി, ഇസ്ലാം മതം പെണ്ണിനെല്ലാ അന്തസ്സും നൽകി, ഇസ്ലാം മതം പെണ്ണിനെല്ലാ അഭിജാത്യവും നൽകി. പക്ഷേ ഇസ്ലാം മതം പെണ്ണിനോട് പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അവിടെയാ തർക്കമുള്ളത്. ഇസ്ലാം മതം പെണ്ണിനോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം തരും, വസ്ത്രം തരും, പാർപ്പിടം തരും, ലൈംഗിക സമത്വം തരും, സുഖം തരും, എല്ലാം തരും. പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം. പെണ്ണുങ്ങളെ, നിങ്ങൾ വീട്ടിൽ താമസിച്ച് കഴിയേണ്ടവരാണ്. കുടുംബം നോക്കേണ്ടവളാണ് പെണ്ണ്. ഭരണത്തിൽ പെണ്ണ് പാർലമെന്റ് ഭരിക്കേണ്ടവളല്ല. ഇസ്ലാമിന് ആ കൺസെപ്റ്റ് ഇല്ല. ആരെന്തൊക്കെ പറഞ്ഞാലും പഞ്ചായത്ത് പെണ്ണ് ഭരിക്കേണ്ടവളല്ല, ജില്ലാ പഞ്ചായത്ത് പെണ്ണ് ഭരിക്കേണ്ടവളല്ല. പെണ്ണ് ഭരിക്കേണ്ടവളെയാണ്. അവള് വീട്ടിൽ അടങ്ങിയിരുന്നു കൊണ്ട് വീട് ഭരിക്കട്ടെ. വിവരമില്ലാത്ത കാലഘട്ടത്തിൽ പെണ്ണ് വിവസ്ത്രയായി പുറത്തിറങ്ങിയതുപോലെ നീ വിവസ്ത്രയായി പുറത്തിറങ്ങരുത്. പരിശുദ്ധ ഖുർആൻ കേട്ടോ. ഈ
ആയത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇപ്പൊ ലോകത്ത് നടമാടുന്ന സകല തമ്മാടിത്തരവും സകല മുസീബത്തും ഖുർആനിന്റെ ഈ ആയത്തിന്റെ പരിധിയുടെ അപ്പുറത്തേക്ക് ലോകം കടന്നതാണ്. ഒന്നാമത്തെ കുഴപ്പം, പറയുമ്പോ വിവാദമായാലും വേണ്ടില്ല, വിവാദമായില്ലെങ്കിലും വേണ്ടില്ല. ഞാനൊരു ഹയർ പോസ്റ്റിൽ ഗവൺമെന്റിൽ ഇരിക്കുന്ന ഒരാളാണ്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗമൊന്നുമല്ല, ഇൻഡിപെൻഡൻസ് ബോഡിയാണ് ഞങ്ങൾ, സ്വതന്ത്രമാണ്. കമ്മീഷൻ മീനിങ് ജുഡീഷ്യറി, കോടതി. ആ കോടതിയിലെ ഒരു ജഡ്ജിന്റെ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മറന്നുകൊണ്ട് പറയാം, എങ്കിലും പറയാം, ഇസ്ലാം മതത്തിന്റെ കൺസെപ്റ്റ് പെണ്ണ് വീട് ഭരിക്കണമെന്ന് തന്നെയാണ്. പെണ്ണ് അനാവശ്യമായി പുറത്തിറങ്ങിയാൽ പ്രശ്നം ഉണ്ടാവും. അവിടെ സ്വാതന്ത്ര്യമല്ലേ, ഞാൻ എന്താ ആണിനും പെണ്ണിനും തുല്യല്ലേ? ആണും പെണ്ണും തുല്യാന്ന്. ആണും പെണ്ണും ആദ്യത്തെ വാദം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ആണും പെണ്ണും തുല്യമാണോ? ആണോ? ആണും പെണ്ണും തുല്യാണോ? ആണോ? അല്ല. ആണും പെണ്ണും തുല്യമാണെന്ന വാദമാണ് തെറ്റ്. തുല്യായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് നോക്കാം. ഇവിടെ അടുത്താണല്ലോ, നേരം വിളിക്കുമ്പോൾ പോയി നോക്കാം. അവിടെ മൂത്രപ്പരണ്ടാവും, കക്കൂസ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു സ്ത്രീകൾ ഒരു ഭാഗം, പുരുഷന്മാർ വേറൊരു ഭാഗം. ആണും പെണ്ണും തുല്യാണെങ്കിൽ എന്തിനാ രണ്ടെണ്ണം? രണ്ടൂട്ടിക്ക് ഒന്നിച്ച് ഒരു തന്നെ ആയിക്കൂടെ ഈ പരിപാടി? അപ്പൊ കക്കൂസിരിക്കുന്നിടത്ത് ആണും പെണ്ണും തുല്യമല്ല. ആണിന് വേറൊരുത്തേക്ക് പോകണം, പെണ്ണിന് വേറൊരുത്തേക്ക് പോകണം. ആണിന്റെ പെണ്ണിന് കണ്ടുകൂടാ, പെണ്ണിന്റെ ആണിന് കണ്ടുകൂടാ. തുല്യാണെങ്കിൽ തുല്യ. ഇപ്പൊ ആണുങ്ങളും മൂത്രമൊഴിക്കുമ്പോ ഞാൻ നാളെ തിരുവനന്തപുരത്തേക്ക് സിറ്റിങ്ങിന് പോണ സമയത്ത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിന്റെ അവിടെ വണ്ടി നിർത്തി ആ KTDC ഹോട്ടലിൽ പോയി ഒന്ന് മൂത്രമൊഴിക്കാന്ന് വെച്ചപ്പോ ഒരുത്തണ്ട് പാന്റ് ഒന്നാകെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് നേരെ പമ്പ് ചെയ്യും. നമ്മളൊരാണായത് കൊണ്ട് മൂപ്പർക്ക് യാതൊരു സങ്കേതവും ഇല്ല. ഞാനും അയാളുമാണ്. നേരെ മറിച്ചിട്ട് ഞാനൊരു പെണ്ണായിരുന്നുവെങ്കിൽ അയാൾ ചെയ്യോ? ഇല്ല. ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ആണും തുല്യമായത് കൊണ്ടല്ലേ ആണുങ്ങൾ ഒരേ മൂത്രപ്പുരയിൽ മൂത്രമൊഴിക്കുന്നത്? പെണ്ണും തുല്യമായത് കൊണ്ടല്ലേ പെണ്ണുങ്ങൾ ഒരേ മൂത്രപ്പുരയിൽ മൂത്രമൊഴിക്കുന്നത്? ആണും പെണ്ണും തുല്യായിരുന്നുവെങ്കിൽ ആണും പെണ്ണും എന്തിനാണ് സെപ്പറേറ്റ് മൂത്രപ്പുര ഇവിടെ? അപ്പൊ ഗവൺമെന്റ് തന്നെ പറയുന്നു, ബുദ്ധിജീവികൾ പറയുന്നു, അതോറിറ്റികൾ പറയുന്നു, ആണും പെണ്ണും തുല്യമല്ല. അതിന്റെ തെളിവാണ് 2 ലാട്രിനും 2 മൂത്രപ്പുരയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബസ് കയറിയാലോ പെണ്ണിന്റെ സീറ്റിൽ ആണിരുന്നാൽ ക്രിമിനൽ കുറ്റം അല്ലേ? പെണ്ണുങ്ങൾക്ക് സീറ്റ് റിസർവേഷൻ ചെയ്തിട്ടുണ്ട് അവിടെ. അതിൽ പോയിട്ട് പെണ്ണുങ്ങളുടെ സീറ്റിൽ ആണുങ്ങൾ കയറിയുന്ന കുറ്റ, തെറ്റാണ്. ആണും പെണ്ണും തുല്യായിരുന്നെങ്കിൽ എന്താ പ്രത്യേക സീറ്റ്? ഇഷ്ടമുള്ളവർത്തൊക്കെ എവിടെ കയറി നിൽക്കട്ടെ, എന്തിനാ പ്രത്യേക സീറ്റ്? അപ്പൊ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പെണ്ണ് വേറെ ആണ് വേറെ, പെണ്ണ് വേറെ ആണ് വേറെ എന്ന് വെച്ചത് ഇസ്ലാം മതമല്ല, ഇവിടുത്തെ ഭൗതികമായ സംവിധാനമാണ്. അത് വളരെ നേരത്തെ തന്നെ ഇസ്ലാം മതം പറഞ്ഞു ആണും പെണ്ണും തുല്യമല്ല, ആണും പെണ്ണും തുല്യമാണെന്നല്ല ആ വിഡ്ഢിത്തരപരമായ വാദത്തിൽ നിന്നാണ് ഈ സകലമാന പ്രശ്നങ്ങളുടെയും ഉറവിടമുണ്ടായിരിക്കുന്നത്. ആണും പെണ്ണും തുല്യമല്ല എന്ന് പറയുമ്പോ ആണ് മേലെയും പെണ്ണ് താഴെയാണ് എന്ന് അർത്ഥം അതിനില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. ആണും പെണ്ണും തുല്യമല്ല എന്ന് പറയുമ്പോൾ ചിലർ മനസ്സിലാക്കും ആണിനേക്കാൾ ഒരു പൊടി താഴെയാ പെണ്ണ്, പെണ്ണിനേക്കാൾ ഒരു പൊടി മേലെയാണ്. ഇസ്ലാം അത് ആ അർത്ഥത്തിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പെണ്ണ് ആണിനേക്കാൾ സുരക്ഷിതത്വം വേണ്ട വസ്തുവാണ്. ഇപ്പൊ നമ്മള് പലതിനും പല സുരക്ഷിതത്വം. അപ്പൊ ഇവിടെ മീൻ മാർക്കറ്റിൽ നിങ്ങൾ ചെന്ന് നോക്കിയ മീൻ വിൽക്കുന്നുണ്ട്. 1 കിലോക്ക് 450 രൂപ വരെയുള്ള ഐക്കൂറ, 1 കിലോക്ക് 400 രൂപ വരെയുള്ള ആഗോലി, 350-400 രൂപ വിലയുള്ള ചെമ്മീൻ. ഇതൊക്കെ ആ കായംകുളത്തും അല്ലെങ്കിൽ ഇപ്പുറത്ത് നീണ്ടകരയിലൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ കൊട്ടയിലാക്കിയിട്ടാണ് വെക്കുന്നത്. പക്ഷേ 1 ഗ്രാമിന് 2700 രൂപ വിലയില്ല, 1 പവന് ഇന്നത്തെ റേറ്റ് 21,600 രൂപ വിലയില്ല 1 പവൻ സ്വർണം. ആരെങ്കിലും കൊട്ടയിലാക്കിയിട്ട് ചെമ്മീൻ വെക്കണ പോലെ വെക്കണുണ്ടോ? വെക്കണില്ല. സ്വർണം എവിടെ വെക്കുന്നത്? അതിന് പ്രത്യേക കടയുണ്ടാക്കിയിട്ട്
അതിന് പ്രത്യേക ഷോറൂം വെച്ചിട്ട് അത് എയർ കണ്ടീഷൻ ചെയ്ത് അതിന് ഗ്ലാസ് ഇട്ട് അതിന് അലമാറ വെച്ച് അതിന്റെ അകത്തൊരു ബോക്സ് വെച്ച് അതിന്റെ അകത്തൊരു പെട്ടി വെച്ച് അതിന്റെ അകത്തൊരു പച്ചക്കടലാസ് വെച്ച് അതിൽ പൊതിഞ്ഞിട്ട് ആ സ്വർണം വെച്ചിരിക്കുന്നത്. ലോകത്താരെങ്കിലും വിളിച്ചു പറയോ സ്വർണം പാവം, അതിനൊരു സ്വാതന്ത്ര്യം ഇല്ലാട്ടോ. മീൻ കണ്ടില്ല ഓപ്പണായിട്ടാ വെക്കണം, സ്വർണം കണ്ടില്ല അതിനെ കൊണ്ടുപോയി തിരികെ പൂട്ടി അലമാറയിലാക്കി ഖജനാവിലാക്കി പൂട്ടിയിട്ടാ വെച്ചിരിക്കുന്നത്. ഇസ്ലാം പെണ്ണിന് കൊടുത്തിരിക്കുന്നത് സ്വർണത്തിന്റെ സ്ഥാനമാണ്. പെണ്ണ് സ്വർണ, അതിനെ അപഹരിക്കപ്പെടും. അതിനെ സൂക്ഷിക്കേണ്ട മെത്തേഡിൽ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തബറജന തബറുജൽ ജാഹിലിയത്തുൽ ഊലാ. വിവരമില്ലാത്ത കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ വിവസ്ത്രയായി പുറത്തിറങ്ങിയതുപോലെ ഇനി നിങ്ങൾ വിവസ്ത്രയായി പുറത്തിറങ്ങാൻ പാടില്ല. ഞാനന്ന് വിശദമായി ചോദിച്ചു കൊള്ളട്ടെ, ആധുനിക ലോകത്തിന്റെ മുമ്പറത്ത് നിന്നുകൊണ്ട് ചോദിച്ചു കൊള്ളട്ടെ. ഡൽഹിയിലെ പെൺവാണിഭമായിരുന്നാലും മറ്റ് പറയപ്പെടുന്ന സ്ഥലത്തിലെ പെൺവാണിഭമായിരുന്നാലും അതിലൊക്കെ വില്ലൻ കഥാപാത്രമായി നിന്നിരുന്നത് പെണ്ണിന്റെ വസ്ത്രധാരണമല്ലേ? ആണുങ്ങളെ മോഹിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം, ആണുങ്ങളെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള അനാവശ്യമായ വസ്ത്രധാരണം, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സകലമായിരിക്കുന്ന കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്ത്രീ പീഡനങ്ങൾക്ക് അറുതി വരുത്തണമെങ്കിൽ 2-3 കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരണം. ഗവൺമെന്റുകൾ ചിന്തിക്കണം, സടകുടഞ്ഞ് ചിന്തിക്കണം. ഒന്ന്, വസ്ത്രധാരണത്തിൽ മാന്യത പുലർത്താൻ ശ്രദ്ധിക്കണം. അത് ജീവിതത്തിൽ മാത്രം ചിന്തിച്ചാൽ പോരാ, സിനിമയിലും ചാനൽ സീരിയലിലും ഒക്കെ അത് കൊണ്ടുവരണം. ഇപ്പോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഈ സിനിമയിലും ചാനലിലും ഒക്കെ കള്ളു കുടിക്കുന്ന രംഗം വരുമ്പോൾ ഉടനെ അതിന്റെ ചോട്ടിൽ എഴുതി കാണിക്കും മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. അതേതുപോലെയാണെന്നറിയോ നിങ്ങള്? അതേതുപോലെ സിഗരറ്റ് പാക്കറ്റിന് മുകളിൽ ഒരു കാര്യം എഴുതി വെച്ചത് വായിച്ചിട്ടില്ലേ? സിഗരറ്റ് പാക്കറ്റിന് മുകളിൽ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ദി ഹെൽത്ത്. സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്, നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. അത് ചെറുതാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ? ഭൂതക്കണ്ണാട വെച്ചാലേ അത് വായിക്കാൻ കിട്ടും. ചെറിയ അക്ഷരത്തിൽ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരാണ്. ഉണർവിനും ഉന്മേഷത്തിനും വലിക്കുക പനാമ. ചോട്ടിന് ചെറുതായിട്ട് എഴുതി വെക്കൂ. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരാണ്. ആര് വായിക്കാനാത്? എന്നപോലെ ചാനലുകളിലും സിനിമകളിലും വൃത്തികെട്ട വസ്ത്രധാരണത്തിൽ നിന്നാണ് മനുഷ്യന്റെ കഴുക ചിന്ത ഉണർന്നു വരുന്നത്. ഒട്ടുമിക്ക ബലാത്സംഗത്തിന്റെ പിറകിലുള്ള വില്ലൻ, ഒട്ടുമിക്ക സ്ത്രീ പീഡനത്തിന്റെ പിറകിലുള്ള വില്ലൻ സിനിമയാണ്, സീരിയലാണ്. അത് നിർത്താൻ നമ്മുടെ നാട്ടിൽ നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത്രയും വലിയൊരു കലനെ നിർത്താൻ പറ്റും? ഇത്രയും വലിയൊരു കല ഞാൻ ചോദിക്കട്ടെ, പത്രങ്ങളിൽ ഇപ്പൊ ദിവസം ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ, ചേലേമ്പ്ര ബാങ്ക് കവർച്ച. ചേലേമ്പ്ര ബാങ്ക് കവർച്ച കോഴിക്കോട് ജില്ലയിലെ ചേലേമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ബാങ്ക് കവർച്ച നടന്നത് 3 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിരിക്കുകയാണ് പ്രതികൾ. ഇപ്പോൾ കോടതി അവർക്ക് ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. ചിലർക്ക് 12 കൊല്ലം, ചിലർക്ക് 10 കൊല്ലം, ചിലർക്ക് 8 കൊല്ലമൊക്കെ തടവ് കൊടുത്തിരിക്കുകയാണ്. ഈ ചേലേമ്പ്ര ബാങ്ക് കൊള്ളയടിച്ച പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ആഫീസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തിട്ട് ചോദിച്ചു, ഈ ബാങ്ക് ഇത്ര സമർത്ഥമായി കൊള്ളയടിക്കാൻ നിങ്ങൾക്ക് എന്താണ് പ്രചോദനം കിട്ടിയത്? ഈ 4 കള്ളന്മാരും പറഞ്ഞത് നിങ്ങൾ നോക്കണം. ഈ 4 കള്ളന്മാരും പറഞ്ഞത്, ചേലേമ്പ്ര ബാങ്ക് കൊള്ളയടിക്കാൻ ഞങ്ങൾക്ക് ഇത്ര സമർത്ഥമായി സാധിച്ചത് ഒരു ഹിന്ദി സിനിമയാണ്. ഒരു ഹിന്ദി സിനിമയുടെ കാസറ്റ് ഞങ്ങൾ കണ്ടപ്പോ അതിൽ 4 ആള് കൂടിയിട്ട് ബാങ്ക് കവർച്ച നടത്തുന്ന രംഗം കണ്ടുകൊണ്ടാണ്. ആ സിനിമ കണ്ടിട്ട് അതേ റിഹേഴ്സലാണ് ഞങ്ങൾ ചേലേമ്പ്ര ബാങ്ക് കൊള്ളയടിച്ചത് എന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ആഫീസിൽ വെച്ചുകൊണ്ട് ഈ 4 കള്ളന്മാരും സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പോലീസിന്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ,
അനാവശ്യമായ ചിന്തകൾ മനുഷ്യ സമൂഹത്തിലേക്ക് കടത്തിവിടുന്നതില് സിനിമകൾക്കും സീരിയലുകൾക്കും വലിയ പങ്കാണുള്ളത്. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കപ്പെടണമെന്ന് വിനയപുരസ്സരം ആവശ്യപ്പെടുകയാണ്. സിനിമകളിൽ അനാവശ്യമായിരിക്കുന്ന ചിന്തകളുടെ ചലകമുളപ്പിക്കുന്ന സംവിധാനം കലയുടെ പേരിലായാലും ഒഴിവാക്കേണ്ടതാണ്. കലയുടെ പേരിലായാലും ഒഴിവാക്കേണ്ടതാണ്. കലയുടെ പേരിലായാലും സംസ്കാരികത്തിന്റെ പേരിലായാലും അനാവശ്യമായിരിക്കുന്ന ചിന്തകൾ മുളപ്പിക്കുന്ന വസ്ത്രധാരണ രീതി സിനിമയിൽ നിന്നും മറ്റില്ലെന്നും എടുത്തു മാറ്റപ്പെടേണ്ടതാണ്. മദ്യപാനം ഹറാമാക്കിയതുപോലെ മദ്യപാനത്തിന് നിയമം കൊണ്ടുവന്നതുപോലെ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ ഇതിനു വേണ്ടി നിയമം കൊണ്ടുവരണമെന്ന് ഞാൻ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇസ്ലാം മതം നേരത്തെ പറഞ്ഞു, പെണ്ണിന് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്, പെണ്ണിന് എല്ലാ അവകാശവും വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അവകാശങ്ങളൊക്കെ കൊടുക്കപ്പെട്ടതിന്റെ പുറമെ, വസ്ത്രം കൊടുത്തതിന്റെ പുറമെ, ഭക്ഷണം കൊടുത്തതിന്റെ പുറമെ, താമസം കൊടുത്തതിന്റെ പുറമെ, ലൈംഗിക സംതൃപ്തി നൽകപ്പെട്ടതിന്റെ പുറമെ, പുരുഷന്റെ സ്വത്തിന്റെ നേരെ പകുതി സ്വത്ത് പെണ്ണിന് കൊടുക്കണമെന്ന് ഖാലല്ലാഹു അസ്സ വജല്ല. കേട്ടോ? ഇതൊക്കെ കൊടുത്തതിന്റെ പുറമെ ഇസ്ലാം മതം പറഞ്ഞു, പെണ്ണിന് ആണിന് കിട്ടുന്ന സ്വത്തിന്റെ നേരെ പകുതിയും കൊടുക്കണം. അപ്പോഴാണ് ചിലർ അതിന് മുകളിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ അതെങ്ങനെ മുസ്ലിയാരെ ശരിയാകുക? ആണിന് കിട്ടുന്നതിന്റെ പകുതി കൊടുത്താൽ പോരല്ലോ, ആണിന് കിട്ടുന്നത് പോലെ പെണ്ണിനും കൊടുക്കണ്ടേ? എന്നാലല്ലേ നീതിയാവുള്ളൂ എന്ന് ചോദിച്ചു. ആണിന് കിട്ടുന്ന സ്വത്തിന്റെ നേരെ പകുതി പെണ്ണിന് കൊടുക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞാൽ അങ്ങനെയാ. പുരുഷന് പെണ്ണിന് ആണിന്റെ സ്വത്തിന്റെ പകുതിയുടെ അവകാശം. അത് പറയാനുള്ള കാരണം, ഈ അവകാശങ്ങളൊക്കെ പുരുഷൻ കൊടുക്കണം. ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, വീട് കൊടുക്കണം, താമസം കൊടുക്കണം, സുരക്ഷിതത്വം കൊടുക്കണം, ലൈംഗിക സമത്വം കൊടുക്കണം, കുട്ടികളുടെ ചെലവ് കൊടുക്കണം, ചികിത്സാ ചെലവ് കൊടുക്കണം, എല്ലാ പുരുഷൻ വഹിക്കണം പെണ്ണിന്റെ. അതിന്റെ പുറമെ പുരുഷന്റെ സ്വത്തിന്റെ പകുതിയും കൊടുക്കണം. നമ്മളൊരു കടലാസ് എടുത്താണ് കൂട്ടിയൊക്കെ. ഇത് ആനുപാതികമായി കണക്കൂട്ടിയാൽ ഇസ്ലാമിൽ ആനുകൂല്യം പെണ്ണിനാ കൂടുതൽ. ഈ പകുതി സ്വത്തും ഈ വക ആനുകൂല്യം എല്ലാം കൂടി കണക്കൂട്ടിയാൽ പിന്നെ ഭക്ഷണത്തിന്റെ മെനു കേട്ടാൽ നിങ്ങൾ ഞെട്ടിത്തെറിക്കും. ഭാര്യമാർക്ക് അറിയാഞ്ഞിട്ടാ. എല്ലാം കൂടി അറിഞ്ഞാൽ പിന്നെ നിങ്ങളെങ്ങനെ കറക്കി കസക്കി കളയും ഭാര്യമാര്. ഒരാഴ്ചയിൽ എത്ര ദിവസം പെണ്ണിനെ ഇറച്ചി കൊടുക്കണം എന്നാ ഇസ്ലാം മതം പറഞ്ഞതെന്ന് വെച്ചോ? 2 ദിവസം. ആഴ്ചയിൽ 2 ദിവസം അവൾക്ക് ഇറച്ചിക്കറി കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് ഭർത്താവില്ലെന്ന്. ഇല്ലെങ്കിൽ ചോദിച്ചു വാങ്ങാം. ആഴ്ചയിൽ 2 വട്ടം ഇറച്ചിക്കറി കൊടുക്കണമെന്ന് ഭക്ഷണത്തിന്റെ മെനു പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാര്, ഫിഖ്ഹി കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 1 വട്ടം മീൻകറി കൊടുക്കണം, ആഴ്ചയിൽ ഇത്ര ദിവസം പച്ചക്കറി കൊടുക്കണം എന്നൊക്കെ. ഭക്ഷണം എന്തെങ്കിലും കന്നാലികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊടുത്താൽ പോരാ, നിന്റെ ഭാര്യക്ക് ഇറച്ചി കൊടുക്കണം, ഭക്ഷണത്തിൽ അതുപോലെ തന്നെ മീൻ കൊടുക്കണം, അതുപോലെ തന്നെ പച്ചക്കറി കൊടുക്കണം. ഇങ്ങനെ വെറൈറ്റി ഭക്ഷണങ്ങൾ നിന്റെ ഭാര്യക്ക് കൊടുക്കണം, ഡ്രസ്സ് കൊടുക്കണം എന്നിങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇസ്ലാം മതം പറയുന്നു. അതിന്റെ പുറമെ സ്വത്തിന്റെ നേരെ പകുതിയും പെണ്ണിന് കൊടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇസ്ലാം പെണ്ണിന് നൽകപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ലോകത്ത് ഒരു മതവും ഒരു പ്രസ്ഥാനവും നൽകാത്ത സ്വാതന്ത്ര്യമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം പെണ്ണിനോടൊരു കാര്യം പറഞ്ഞു. പെണ്ണേ, നീ വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ, നീ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ, നീ ആൾക്കൂട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നീ ഒരൊറ്റ കാര്യം ചെയ്യണം. നീ ശരീരം മറക്കുന്ന പർദ്ദ ധരിച്ചിട്ടേ പുറത്തു പോകാവൂ. അവിടെയാണ് ഇപ്പൊ ആകെയുള്ള തർക്കം. അത് ഇസ്ലാം മതം കർശനായി പറഞ്ഞിട്ടുണ്ട്. പെണ്ണ് ശരീരം മറക്കുന്ന പർദ്ദ ധരിച്ചിട്ടേ പുറത്തു പോകാവൂ. ഇപ്പൊ നമ്മുടെ ഡൽഹിയിലെ പെണ്ണ് 4 ആള് കൂടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ബലാത്സംഗം ചെയ്ത പെണ്ണ് പർദ്ദയായിരുന്നു ധരിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരാളുടെ കൈ പോലും അവളുടെ ശരീരത്തിൽ തൊടുമായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഷർണൂരിലേക്ക് യാത്ര ചെയ്തിരുന്ന എറണാകുളത്ത് നിന്ന് ഷർണൂരിലേക്ക് യാത്ര ചെയ്തിരുന്ന സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി
ചെറുതുരുത്തി വള്ളത്തോൾ നഗര സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് തമിഴ്നാട്ടുകാരനായ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ അവളെ ലേഡീസ് ഓൺലി കമ്പാർട്ട്മെന്റിൽ കയറി കടന്നു പിടിച്ച് വണ്ടിയിൽ നിന്ന് തള്ളി താഴോട്ടിട്ട് അവസാനം റെയിൽവേ ട്രാക്കിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന ഗോവിന്ദചാമിയുടെ കരങ്ങളിൽ കിടന്ന് പെടഞ്ഞ് മരണപ്പെട്ടു പോയ സൗമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി, അവൾ പർദ്ദയായിരുന്നു ധരിച്ചിരുന്നതെങ്കിൽ അവളെ തൊടാൻ ഗോവിന്ദചാമിയുടെ കൈയറക്കുമായിരുന്നു. എന്താണ് കാരണമെന്നോ? പർദ്ദ ഒരു യൂണിഫോമാണ്, പർദ്ദ ഒരു വിളംബരമാണ്, ഒരു സൂചനയാണ്. എന്ത്? എന്റെ ശരീരം മറ്റുള്ളവർ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ശരീരം എനിക്കും എന്റെ ഭർത്താവിനും മാത്രമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും നോക്കരുത് എന്നതിന്റെ സൂചനയാണ് പെണ്ണ് പർദ്ദ ധരിക്കുന്നത്. നേരെ മറിച്ച് അല്പസ്വല്പ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ച് ഹട്ടാതാകർഷിക്കുന്ന വസ്ത്രം ധരിച്ച് പുക്കളിന്റെ താഴെ സാരി ഉടുത്ത് ഹൈ ഫാഷൻ വസ്ത്രം ധരിച്ച് ഒരു പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ ചെറുപ്പക്കാര് പറക കൂടും, നോക്കും, ചിലപ്പോ കൂക്കും, ചിലപ്പോ തോണ്ടും, ചിലപ്പോ ശൃംഗരിക്കും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരണമെന്നോ അതിനെ ന്യായീകരിക്കുക അംഗീകരിക്കുക എന്നല്ല ചെയ്യുന്നത്. മനുഷ്യനാണ്, മനുഷ്യന്റെ വികാര ജീവിയാണ് മനുഷ്യൻ, സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. അങ്ങനെ വരുമ്പോൾ അതിന്റെ സാഹചര്യം ഇല്ലാതെയാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നോട്ടം അതിന്നാണ് വ്യഭിചാരത്തിന്റെ ആദ്യത്തെ തുടക്കം, ഒരു നോട്ടത്തിൽ നിന്നാണ്. അതുകൊണ്ട് നോട്ടം ഇബ്ലീസിന്റെ ആവനാഴിയിൽ നിന്നുള്ള ഒരു അമ്പാണ്. അതുകൊണ്ട് നോട്ടം ഹറാമാണ്. അന്യ പെണ്ണിന്റെ നേർക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവാചകന്റെ വാക്കിന് പുല്ലുവില കൽപ്പിക്കാത്ത ലോകം ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന വനിതാ ബില്ല് നിങ്ങൾ വായിച്ചില്ലേ? സ്ത്രീ സംരക്ഷണ നിയമം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഡൽഹിയിലെ കൂട്ടമാനഭംഗത്തിന്റെ ശേഷം ഗവൺമെന്റ് ഉണ്ടാക്കിയ സ്ത്രീ സംരക്ഷണ നിയമം നിങ്ങൾ വായിച്ചോ? ആ നിയമത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാരണം എന്താണ്? കുറ്റം. ഒളിഞ്ഞു നോട്ടം കുറ്റമാണെന്ന് ഗവൺമെന്റ്, ഒളിഞ്ഞു നോട്ടം കുറ്റമാണെന്ന് ഗവൺമെന്റ്. ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ്, 3 കൊല്ലം തടവ് കിട്ടുന്ന കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ, അതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുകയാണ്, അന്നദറു സഹമുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. നോട്ടം ഇബ്ലീസിന്റെ ആവനാഴിയിൽ നിന്നുള്ള ഒരു അമ്പാണ്. അതുകൊണ്ട് നോട്ടത്തിൽ നിന്നാണ് വ്യഭിചാരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു അന്യപെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കാൻ പാടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നേരത്തെ തന്നെ ഇസ്ലാം മതം പറഞ്ഞത്, ഇപ്പോഴാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചുകൊണ്ട് പറയുന്നില്ല. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ അതേ സംഭവങ്ങള് ലോകം ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്, ലോകം ഇന്ന് ആദരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അതിനു വേണ്ടി വന്ന പെങ്ങന്മാരോട്, യുവാക്കളോട്, സ്നേഹിതന്മാരോട് പ്രത്യേകം പറയുന്നു, ഇസ്ലാമിന്റെ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇസ്ലാമിന്റെ മാതൃകയായ വനിതകളെ നമ്മൾ ആദരിക്കണം, ഇസ്ലാമിന്റെ മാതൃകയായ യുവാക്കളെ നമ്മൾ ആദരിക്കണം, ഇസ്ലാമിന്റെ മാതൃകയായിരിക്കുന്ന മഹാന്മാരെ നമ്മൾ അംഗീകരിക്കണം. നമ്മളിവിടെ നടത്തുന്ന ഉറൂസാവട്ടെ, നേർച്ചയാവട്ടെ, നമ്മളിവിടെ നടത്തുന്ന വാദ പരിപാടിയാവട്ടെ, അതിനൊക്കെ വില കൽപ്പിക്കപ്പെടണം, മാനിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം. ഇസ്ലാം അല്ലാഹു ബഹുമാനിച്ച മതമാണ്, അല്ലാഹുവിന്റെ മതമാണ്. അതിനെ ആദരിക്കണം, അംഗീകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇന്ന് മഹാന്മാരെ അംഗീകരിക്കുന്നതിൽ ലോകം പിന്നിലാണ്, മഹത്തുക്കളെ അംഗീകരിക്കുന്നതിൽ ലോകം പിന്നിലാണ്. ഇത് രണ്ടും
അംഗീകരിക്കാത്ത കാലം ഈ ലോകത്ത് മനുഷ്യനിക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കണ്ടോ, ലാ യസ്ലഹു മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ ഈ സമുദായം നന്നാവുകയില്ല. കഴിഞ്ഞുപോയ സമുദായം ഏതൊരു കാര്യം കൊണ്ടാണോ നന്നായത് അത് സ്വീകരിക്കാത്ത കാലം വരെ എന്റെ ഈ സമുദായം നന്നാവുകയില്ല. കഴിഞ്ഞുപോയ സമുദായം നന്നായത് എങ്ങനെയാണ്? മുൻകാലത്തെ മഹാന്മാരെ അംഗീകരിക്കപ്പെട്ടത് കൊണ്ടാണ്, അവരെ ആദരിക്കപ്പെട്ടത് കൊണ്ടാണ്, അവരെ അംഗീകരിക്കപ്പെട്ടത് കൊണ്ടാണ്. അവരെ അംഗീകരിക്കാതെ അവരെ ആദരിക്കാതെ ഈ സമുദായം നന്നാകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ സമയത്ത് നിങ്ങൾ മാതൃകയാക്കേണ്ടത് ആരെയാണ്? കണ്ട സിനിമാ നടീനടന്മാരെയല്ല, കണ്ട അനാവശ്യമായ സീരിയലുകളെയല്ല, കണ്ട കോപ്രാട്ടിത്തരങ്ങളെയല്ല. നിങ്ങൾ മാതൃകയാക്കേണ്ടത് ബഹുമാനപ്പെട്ട ബീബി ആയിഷ, ബഹുമാനപ്പെട്ട ബീബി ഖദീജ. ഈ രണ്ട് മഹദികളുടെ ചരിത്രം നിങ്ങൾ വായിക്കണോ? ആ മഹദികളുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ കടക്കണോ? ആരാണ് ഖദീജ ബീബി എന്ന് പഠിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്ന ഭാര്യയാണ് ബീബി ഖദീജത്തുൽ കുബ്ര. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവിയോട് ഇത്ര സ്നേഹം ഉണ്ടാവാനുള്ള കാരണം? 40 വയസ്സിൽ കല്യാണം കഴിച്ച പെണ്ണായത് കൊണ്ടല്ല. ഖദീജ ബീബി നബിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. നബിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സെക്സിന്റെ പേരിലുള്ള സ്നേഹമല്ല നബിനെ ഖദീജ ബീവി സ്നേഹിച്ചത്. ലൈംഗിക ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹമല്ല നബിയെ ഖദീജ ബീവി സ്നേഹിച്ചത്. ഇസ്ലാം മതത്തിലുള്ള സ്നേഹം ഖദീജ ബീവിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് ഏറ്റവും അധികം പ്രകടമാക്കിയത്. അബൂബക്കർ സിദ്ദീഖിനേക്കാൾ മുമ്പ് ഇസ്ലാം മതം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. പക്ഷേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ കൊണ്ട് ആദ്യം വിശ്വസിക്കുന്നത് ആരാ? ബഹുമാനപ്പെട്ട ബീബി ഖദീജ. ഖദീജ ബീവിക്ക് വളരെ നേരത്തെ തന്നെ അറിയായിരുന്നു എന്റെ കൂടെ വരുന്ന ആള് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ടാണ് ഖദീജ ബീബി വാശി പിടിച്ചത്, എനിക്ക് മുഹമ്മദിനെ തന്നെ നിക്കാഹ് ചെയ്യണം. കച്ചവടത്തിന് ഷാമിലേക്ക് പോയപ്പോൾ ആകാശത്തിലുള്ള മേഘങ്ങൾ വന്ന് റസൂലുള്ളാഹിക്ക് നിഴലിട്ട് കൊടുക്കുന്നത് ഖദീജ ബീവിയുടെ കണ്ണുകൊണ്ട് കണ്ടു. ജിന്നുകൾ വന്നുകൊണ്ട് സലാം പറയുന്നത് ഖദീജ ബീവി കേട്ടു. കല്ലുകൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് സലാം പറയുന്നത് ഖദീജ ബീവി കണ്ടു, കേട്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഖദീജ ബീവിക്ക് മനസ്സിലായി തന്റെ കൂടെ നടക്കുന്ന വ്യക്തി സാധാരണക്കാരനല്ല, പിൽക്കാലത്തെ പ്രവാചകനാണ്. ആ മുഹമ്മദിനെ ഭർത്താവായി ഖദീജ ബീവി സ്വീകരിക്കുമ്പോ മുഹമ്മദ് നബിയുടെ കയ്യിൽ കാശില്ല കേട്ടോ, നയോ പൈസ ഇല്ല. ദരിദ്രനിൽ ദരിദ്രനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നിരക്ഷര കുക്ഷിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നിരക്ഷര കുക്ഷിയായ ദരിദ്രനിൽ ദരിദ്രനായ മുഹമ്മദ് നബിനെ മുതലാളിച്ചിയായ ഭാഗ്യവതിയായ മക്കയിലെ രാജാത്തിയായ കുലീനതയുള്ള കുടുംബത്തിൽപ്പെട്ട ഹുവൈലിദിന്റെ മകളായ ഖദീജ ബീവി കല്യാണം കഴിക്കുമ്പോ ഖദീജ ബീവി മക്കയിലെ കോടീശ്വരത്തിയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ റസൂലുള്ളയും അന്ന് റസൂലായിട്ടില്ല, 25 വയസ്സാണ്, അല്ലമീനാണ്. മക്കക്കാരൊക്കെ നബി അന്ന് എന്താ വിളിച്ചിരുന്നത്? അല്ലമീൻ. 40 വയസ്സായപ്പോഴാണല്ലോ നബി നബിയായത്, നുബുവത്ത് കിട്ടുന്നത്. റസൂലുള്ളാഹി കല്യാണം കഴിക്കുമ്പോൾ 25 വയസ്സല്ലേ ഉള്ളൂ. അന്ന് അല്ലമീൻ എന്നാ മക്കക്കാർ വിളിച്ചിരുന്നത് നബിനെ. അല്ലമീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിശ്വസ്തൻ. അബൂജാഹിലും എന്ന് വിളിച്ചിരുന്നത് റസൂലുള്ളാഹിനെ അല്ലമീൻ, ഉത്ബത്തും എന്ന് വിളിച്ചിരുന്നത് റസൂലുള്ളാഹിനെ അല്ലമീൻ, ഷൈബത്തും എന്ന് വിളിച്ചിരുന്നത് റസൂലുള്ളാഹിനെ അല്ലമീൻ. എല്ലാവരുടെയും അല്ലമീനായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. അങ്ങനെ ആ നബിയും ഖദീജ ബീവിയും തമ്മിൽ ഒരു സമയത്ത് കഅബത്തിന്റെ അടുത്ത് കൂടെ അങ്ങനെ നടന്നു പോകുക, കയ്യും പിടിച്ചിട്ട്. അപ്പോ അബൂജാഹില് ഉത്ബത്തിന് ഒരു തോണ്ട് തോണ്ടി. ഉത്ബത്തെ ഉത്ബത്തിനെ തോണ്ടിയിട്ട് അബൂജാഹിൽ പറഞ്ഞു, അങ്ങോട്ടൊന്ന് നോക്കാം. എന്നിട്ടൊരു കമന്റ്, മുതലാളിച്ചിയായ ഖദീജയുടെ തൊഴിലാളിയായ ഭർത്താവായ മുഹമ്മദ്. കണ്ടോ, അബൂജാഹിൽ ഒന്ന് കളിയാക്കിയതാ. കാരണം മുഹമ്മദ് നബിയുടെ കയ്യിൽ കാശില്ല, ദരിദ്രനാണെന്ന് അബൂജാഹിലിന് അറിയാം.
ഖദീജ ബീവിയാണല്ലോ മക്കയിലെ ഏറ്റവും വലിയ പണക്കാരി ഖദീജ ബീവിയാണ്. ഖദീജ ബീവിനെ വെല്ലുന്ന പണം അബൂജഹലിന്റെ കയ്യിലുമില്ല, ഷൈബത്തിന്റെ ഇല്ല, ഉത്ബത്തിന്റെ ഇല്ല, ആരുടെ കയ്യിലും ഇല്ല. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരത്തെ ഖദീജ ബീവിയാണ്. അതിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്, മുതലാളിച്ചയായ ഭർത്താവിന്റെ തൊഴിലാളിയായ ഭർത്താവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ ഈ വാചകം ആര് കേട്ടു? എന്റെ ഉമ്മമാരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കാതുകൊണ്ട് കേട്ടു, ചെവി കൊണ്ട് കേട്ടു. അവിടുന്ന് കേട്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ വീട്ടിലേക്ക് അങ്ങ് പോയി. വീട്ടിൽ ചെന്നുകൊണ്ട് ഖദീജ ബീബി തന്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി, പരിചാരകന്മാരെ വിളിച്ചു വരുത്തി, തന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലയോ എന്റെ കുടുംബക്കാരെ, വീട്ടുകാരെ, പരിചാരകന്മാരെ, എനിക്കൊരാഗ്രഹം പറയാനുണ്ട്. എന്താണ് ആഗ്രഹമെന്നല്ലേ? സൗദി അറേബ്യ ഇന്ന് വരെ കാണാത്തൊരു ഭക്ഷണം, മക്ക ഇന്ന് വരെ കാണാത്തൊരു സദ്യ ഖദീജയുടെ വീട്ടിലൊരുക്കണം കേട്ടോ. ആ സദ്യക്ക് അബൂജാഹിൽ ഉണ്ടായിരിക്കണോ, ആ സദ്യക്ക് ഉത്ബത്ത് ഉണ്ടായിരിക്കണോ, ആ സദ്യക്ക് മക്കക്കാര് മുഴുവൻ ഉണ്ടായിരിക്കണോ, ആളൊന്നിച്ചൊരാടറുത്തുകൊണ്ടുള്ള സദ്യയായിരിക്കണം. എല്ലാവർക്കും ഓരോ ആട്, അബൂജാഹിലിനൊരാട്, ഉത്ബത്തിനൊരാട്, ഷൈബത്തിനൊരാട്, ഖാലിദിനൊരാട്, വലീദിനൊരാട്. അപ്പൊ 1000 ആളുണ്ടെങ്കിൽ 1000 ആൾക്ക് ഓരോ ആട്. അങ്ങനെ അറുത്തുകൊണ്ടുള്ള ഒരു ആട് മജ്ബൂസ് വെച്ചുകൊണ്ടുള്ള ഒരു സദ്യ നമ്മുടെ വീട്ടിൽ നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വീട്ടിൽ ചെന്ന് പറഞ്ഞു. സദ്യക്ക് ഓർഡർ കൊടുത്തു, മെനു തയ്യാറാക്കി, ആടറുത്തു, ഭക്ഷണം തയ്യാറാക്കി, ബിരിയാണി തയ്യാറാക്കി. മക്കക്കാര് മുഴുവനും ഖദീജയുടെ വീട്ടിലെത്തി. ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോ ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹ 2 വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങള് ആ ഇരിക്കുന്ന കസേര ഉണ്ടല്ലോ, അത് അബൂജാഹിൽ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞു. എന്ത് കസേര? സുബ്ഹാനല്ലാഹ്, സ്വർണത്തിന്റെ കൊലുസ് കുത്തിപ്പതിപ്പിച്ച കസേര, മരതകം, വൈഢൂര്യം, മുത്ത്, പവിഴം, രത്നങ്ങൾ പതിച്ച കസേര, രാജാക്കന്മാരുടെ കൊട്ടാരത്തിലുള്ള കസേര. ആ കസേര കൊണ്ടുപോയിട്ട് അബൂജാഹിൽ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട്. അപ്പൊ ഈ കസേര കണ്ടപ്പോ അബൂജാഹിൽ പറഞ്ഞു, കണ്ടോ ഈ കസേര ഖദീജ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്തിനാന്നറിയോ? നമ്മൾക്ക് ഭക്ഷണം തരുമ്പോ ഖദീജക്ക് വന്നിട്ട് ഈ കസേരയിലിരിക്കാനാണ്. എന്നിട്ട് കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് അവൾക്ക് അഹംഭാവം നടിക്കാനാണ്. അത്ര വലിയ കോടീശ്വരത്തിയാണ് ഖദീജ എന്ന് അബൂജാഹിൽ ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി പറഞ്ഞു. ഭൃത്യന്മാര് ആ കസേര കൊണ്ടുപോയിട്ട് അബൂജാഹിൽ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് കസേരയിട്ടു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അന്ന് പ്രവാചകനല്ലെങ്കിലും പിന്നീട് പ്രവാചകനായിട്ടുണ്ട്, അല്ലമീനാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ കുളിപ്പിച്ചുകൊണ്ട് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സുന്ദരനാക്കിക്കൊണ്ട് ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് അതാ പാട്ടും പാടിക്കൊണ്ട് കസേരയുടെ തൊട്ടടുത്തേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവരികയാണ്. എന്ത് പാടിയിട്ടാണ് കൊണ്ടുവരുന്നത്? മർഹബാ 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 ഹിലം വസഹിലാ മർഹബാ മർഹബാ യാ റസൂലല്ലാഹ് സലവാത്തും തഹിയാത്തും അലാ ഹമീം സുമുറൻ സുമുറാ തർഹീമും തർളിയാത്തും അലൈഹി സലാം എന്നിങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് നബിയുടെ കൈ പിടിച്ചുകൊണ്ട് അബൂജാഹിലിന്റെ തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കസേരയിൽ കൊണ്ടുവരികയാണ്. ഖദീജ ബീവി പേരെടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, നീ എന്താ പറഞ്ഞത് അബൂജാഹിലേ? അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ
മുഹമ്മദ് നബിയും കൂടി അല്ലമീനും കൂടി മക്കയുടെ കാബത്തിന്റെ തൊട്ടടുത്ത് കൂടെ നടന്നു പോകുമ്പോൾ നീ എന്താ പറഞ്ഞത്? തൊഴിലാളിയായ മുഹമ്മദിന് മുതലാളിച്ചിയായ ഭാര്യ ഖദീജ എന്ന് നീ വിളിച്ചു പറഞ്ഞതല്ലേ? എടാ അബൂജാഹിലേ, നീ ഇപ്പൊ കേട്ടോ, നീ പറഞ്ഞോ, എനിക്കുള്ള സകലമാന സ്വത്തുക്കളും ഉടയാടകളും, എനിക്കുള്ള ഒട്ടകങ്ങളും, എനിക്കുള്ള ഈത്തപ്പനത്തോട്ടങ്ങളും, എനിക്കുള്ള വൈഢൂര്യങ്ങളും മരതകങ്ങളും രത്നങ്ങളും സ്വർണങ്ങളും ഗോമേതകങ്ങളും, എനിക്കുള്ള ഈത്തപ്പനത്തോട്ടങ്ങളും, എനിക്കുള്ള സകലമാന ദിനാറുകളും ദിർഹമുകളും എന്റെ ഭർത്താവായ ഈ കസേരയിലിരിക്കുന്ന മുഹമ്മദിന് ഞാനിതാ തീറെഴുതി കൊടുത്തിരിക്കുന്നു. ഇന്ന് മുതൽ മുഹമ്മദ് കോടീശ്വരനാൻ, ഖദീജ ദരിദ്രയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ പറഞ്ഞോളൂ, മുതലാളിയായ മുഹമ്മദിന്റെ തൊഴിലാളിച്ചിയായ ഭർത്താവാണ് ഖദീജാന്ന് ഇന്ന് മുതൽ വിളിച്ചു പറഞ്ഞോളൂ എന്ന് ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് കണ്ണിലങ്ങ് വെള്ളം നിറച്ച് കരഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, ആ മക്കയിലെ കോടീശ്വരത്തിയായ ഖദീജ ബീബി ഉണ്ടല്ലോ, അവസാനം സൗദി അറേബ്യയിലെ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനെ ഒറ്റപ്പെടുത്തിയിട്ട് ഉപരോധം ഏർപ്പെടുത്തി. മക്കയില് റസൂലുള്ളാഹിക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല, റസൂലുള്ളാഹിനോട് മിണ്ടാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോകാൻ പാടില്ല എന്നിങ്ങനെ മക്കക്കാര് ഉപരോധം ഏർപ്പെടുത്തിയപ്പോ ആ സമയത്താണ് ഖദീജ ബീവി രോഗബാധിതയാകുന്നത്, മരണത്തിലേക്ക് വഴുതി വീഴുന്നത്. അവസാനം മരണപ്പെടുന്നതിന്റെ മുമ്പ് വെള്ളത്തിന് ദാഹിക്കുന്ന ഖദീജ ബീവി, ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഖദീജ ബീവിക്ക്, കോടീശ്വരത്തിയായ ഖദീജക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ കയ്യിൽ വകയില്ലാതെ വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? സൗദി അറേബ്യയിലെ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ആ മലയുടെ മുകളിലുള്ള ഉണക്കപ്പുല്ല് പറിച്ചു കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്ന് കുത്തിപ്പീഞ്ഞ് ചാറെടുത്തിട്ട് ആ ഉണക്കപ്പുല്ലിന്റെ നീരെടുത്തിട്ട് ഖദീജക്ക് കുടിക്കാൻ കൊടുത്തല്ലോ. അങ്ങനെ ലോകത്തിന്റെ കോടീശ്വരത്തിയായ ഖദീജ ബീവി ആ ഉണക്കപ്പുല്ലിന്റെ ചാറ് കുടിച്ചിട്ടാണ് മരണപ്പെട്ടു പോയതെന്ന് അറിയുന്ന പെങ്ങന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അറിയേണ്ടവരല്ലേ? അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി പണം സമ്പാദിച്ചു വെച്ചവര് ചിന്തിച്ചോ, നാളെ ആ ഖദീജ ബീവി കടക്കുന്ന സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ? അതിനുള്ള പവർ നമുക്കുണ്ടോ? എല്ലാ സമ്പത്തും ഇസ്ലാമിന് വേണ്ടി ധർമ്മം ചെയ്തതിന്റെ ശേഷം അവസാനം മരിക്കുന്ന സമയത്ത് പട്ടിണി കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോയ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ, അതാണ് ഖദീജാളി എനിക്ക് ഏറ്റവും പ്രേമമുള്ളതെന്ന് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ സംഭവം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ കണ്ണിൽ വെള്ളം നിറച്ച് കരയുകയാണ്. ഇത്രയും എനിക്ക് പ്രിയപ്പെട്ട ഖദീജ ബീവിയേക്കാൾ എനിക്ക് ലോകത്ത് ആരോട് പ്രിയമുണ്ടാകാനാണ്? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ സദസ്സ് ഇവിടെ സമാപിക്കപ്പെടുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു സദസ്സാണ്. സ്ത്രീകളുടെ പേരിലാണ് നമ്മളിന്ന് സബ്ജക്റ്റ് വെച്ചത്. സ്ത്രീകളുടെ വിഷയമാണ് നമ്മൾ പ്രമാദമായി ചർച്ച ചെയ്തത്. ഈ സമയത്ത് നിങ്ങളോട് എല്ലാവരോടും, പുരുഷന്മാരോടും സ്ത്രീകളോടും എല്ലാവരോടും പറയുന്നു, ബഹുമാനപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മാർഗത്തിലേക്ക് കടക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി പ്രസവിച്ച ആ സ്ഥലം ഇപ്പോഴും മക്കത്ത് ഒന്നും ചെയ്യാതെ കിടക്കുന്നുണ്ട്. സഫാ മർവ കുന്നിന്റെ പിറകില് അവിടെ ഒരു ലൈബ്രറി കെട്ടിടം നിലനിൽക്കുന്നുണ്ട്. ആ ലൈബ്രറിയുടെ പേര് മക്തബ മക്കത്തുൽ മുകറമ എന്നാണ്. അവിടെ നിങ്ങൾ പോകണം, ചരിത്രത്തിന്റെ സ്മാരകങ്ങൾ നിങ്ങൾ തേടിപ്പോകണം. ഖദീജ ബീവിയുടെ അങ്ങാടി മക്കയിൽ ഇപ്പോഴുമുണ്ട്. സൂഖ് ഖദീജ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അവിടെയാണ് ഖദീജ ബീവി കച്ചവടം ചെയ്തിരുന്നത്. അബീലഹബിന്റെ വീട് നിന്ന സ്ഥലം ഇപ്പോഴുണ്ട്. അവിടെ അബീലഹബ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെ മക്കയിലൊക്കെ ചെല്ലുമ്പോൾ ചരിത്രങ്ങളൊക്കെ തേടി പിടിച്ച് അതൊക്കെ കാണുമ്പോ നമ്മുടെ ഹൃദയത്തിന്
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞ പോലെ ഹൃദയത്തിനൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ, ഹൃദയത്തിനൊരു തുമഇനീനത്ത് കിട്ടാൻ, ഹൃദയത്തിനൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ ഇതൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കൂടുതൽ പഠിക്കണം, കൂടുതൽ പറയേണ്ടതുണ്ട്, കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ ബീവിയുടെ ചരിത്രം കൂടുതൽ പഠിക്കണം. നമ്മുടെ പെണ്ണുങ്ങൾ ഇത് കേൾക്കണം. നമ്മുടെ യുവാക്കൾ ഇസ്ലാമിന്റെ മഹാന്മാരായ ആളുകളുടെ, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, സാലിഹീങ്ങളുടെ, സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പഴയകാല മഹാന്മാരുടെ ജീവിതത്തേക്ക് കടന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി സി.എം. മടവൂർ തങ്ങളുടെ മഹാനായ വലിയുള്ളാന്റെ പേരിലുള്ള മയ്യിത്ത് പരിപാലന സംഘമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാനൊക്കെ പ്രസംഗം നടന്നപ്പോ നാളെ നടക്കാൻ പോകുമ്പോ ആരാണ് വലിയുള്ളാഹി സി.എം. അബൂബക്കർ മുസ്ലിയാർ എന്ന് നിങ്ങൾക്കറിയാം? അറിയാത്ത ആളുകളുണ്ടാവില്ല. വലിയ കറാമത്ത് കാണിച്ച, ഈ അടുത്ത കാലത്ത് ജീവിച്ച ഔലിയാക്കളിൽ പ്രമുഖനായ വലിയാണ്, പ്രമാദമായ വലിയാണ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി സി.എം. അബൂബക്കർ മുസ്ലിയാർ മടവൂരി നബറല്ലാഹു മർകദഹു വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറൈൻ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് എല്ലാവർക്കുമുള്ള ഫറദായ സംഗതിയാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ 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 ആരും എല്ലാവരും ഈ ദുനിയാവെന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകേണ്ടവരാണ്. ഏത് കോടീശ്വരനായാലും. ഇപ്പൊ കണ്ടില്ലേ, 2500 സിനിമകളിൽ അഭിനയിച്ച നടി സുകുമാരി പൊള്ളലേറ്റിട്ട് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് സുകുമാരിയുടെ ഹാർട്ടിന്റെ ചലനത്തെ പിടിച്ചു നിർത്താൻ ഏതെങ്കിലും മെഡിക്കൽ വിഭാഗത്തിന് സാധിച്ചോ? 2500 സിനിമകളിൽ അഭിനയിച്ച സുകുമാരി മയ്യത്തായി പോയി. ലോകത്ത് ഞാനാണ് ഏറ്റവും വലിയ പടച്ചവൻ എന്ന് ധിക്കാരം പറഞ്ഞു പോയ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അവനും മരണത്തിന് കീഴടങ്ങിപ്പോയി. കണ്ടോ നിങ്ങള്? ലോകത്ത് മരിക്കാത്തവർ ആരുണ്ട്? അതുകൊണ്ട് നമ്മളുടെ ജീവിതം നന്നാക്കി മരിക്കുന്നതിന് മുമ്പേ യഥാർത്ഥ മുത്തഖിയായി, യഥാർത്ഥ മുസ്ലിമായി, യഥാർത്ഥ സ്വാലിഹായി, യഥാർത്ഥ ഭക്തന്മാരായി, യഥാർത്ഥ ഭക്തകളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമാറാവട്ടെ. ഈ കാലഘട്ടം വളരെ അപകടകരമാണ്. ഈ കാലഘട്ടം വളരെ വളരെ മോശമാണ്. കാരണം ഏത് വാല് പറയണം മൊയ്ലിയരും പേച്ചു പോകും, ഏത് വാല് കേൾക്കുന്ന നിങ്ങളും പേച്ചു പോകും. ഒരു സിനിമയുടെ പോസ്റ്ററിന് മുകളിലേക്ക് നോക്കിയാൽ ഉരുകിപ്പോകുന്ന ഈമാനെ നമുക്കുള്ളൂ. നമ്മുടെ മുന്നിലുള്ള മീഡിയകളിൽ മുഴുവൻ വൃത്തികേടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ മുഴുവൻ വ്യഭിചാരവും മദ്യപാനവും അരങ്ങ് തകർക്കുകയാണ്. എവിടെ നോക്കിയാലും വ്യഭിചരിക്കാനുള്ള സൗകര്യം, എവിടെ നോക്കിയാലും മദ്യപിക്കാനുള്ള സൗകര്യം, എവിടെ നോക്കിയാലും പലിശ വാങ്ങാനുള്ള സൗകര്യം, എവിടെ നോക്കിയാലും നുണ പറയാനുള്ള സൗകര്യം. സാഹചര്യങ്ങൾ മുഴുവൻ നമുക്കെതിരാണ്. അതാണ് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത്, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ. ഒരു കാലഘട്ടം വന്നാൽ ഈ ദുനിയാവ് മുഅ്മിനിന്റെ ജയിലായി മാറും. വജന്നത്തുൽ ലിൽ കാഫിർ, സത്യനിഷേധിയുടെ സ്വർഗ്ഗമാണ് ദുനിയാവ്. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ജയിലും സത്യനിഷേധിയുടെ സ്വർഗ്ഗവുമായി ദുനിയാവ് മാറുന്ന കാലം വരുന്നുണ്ട്. ആ സമയത്ത് മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിയത്തി ഷഹീദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ സമയത്ത് എന്റെ തിരുസുന്നത്ത് ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിയത്തി ഷഹീദ്, അവന് 100 ഷഹീദിന്റെ കൂലി നൽകാമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടോ, 100 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കാനുള്ള പാത്രം പോരാ നമ്മുടെ കയ്യില്. ബഹുമാനപ്പെട്ട ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്. ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്.
ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു ഷഹീദാണ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരൊക്കെ ഒരു ഷഹീദാണ്. അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറയുന്നത് എന്താണ്? അവസാന കാലഘട്ടത്തിൽ എന്റെ തിരുസുന്നത്ത് മുറുകെ പിടിച്ച് നിൽക്കുന്നവന് 100 ഷഹീദിന്റെ കൂലി തരാം, 100 ഹംസയുടെ പ്രതിഫലം തരാം, 100 അലിയുടെ പ്രതിഫലം തരാം, 100 മുആദിന്റെ പ്രതിഫലം തരാം, 100 ഉബൈദത്തിന്റെ പ്രതിഫലം തരാം. പറയാൻ അത്ര എളുപ്പമാണെങ്കിലോ ജീവിതത്തിൽ കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല കുട്ടികളെ. നിസ്കാരം ഖളാക്കാതെ നിസ്കരിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? ഗീബത്ത് പറയാതിരിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? പരദൂഷണം കേൾക്കാതിരിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? പലിശയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തിരുസുന്നത്ത് മുറുകെ പിടിച്ചു നിൽക്കുന്നവന് 100 ഷഹീദിന്റെ കൂലി തരാമെന്ന്. അതുകൊണ്ട് ഈ സദസ്സിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം ഞാൻ ഓഫർ തരികയാണ്. ഈ ഒരുമിച്ച് കൂടിയ എല്ലാ ആണുപെണ്ണുങ്ങൾക്കും ഒരു സമ്മാനം ഈ സദസ്സിൽ നിന്ന് തരികയാണ്. നിങ്ങളെ മരിക്കുന്ന സമയത്ത്, ഞാൻ മരിക്കുന്ന സമയത്ത്, നിങ്ങളെല്ലാരും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടേ നിങ്ങൾ മരിക്കുകയുള്ളൂ. അതിനുള്ളൊരു സമ്മാനം ഇവിടുന്ന് നിങ്ങളുടെ കയ്യിൽ തരാം. അത് ഏറ്റുവാങ്ങിയിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണെന്ന് ഖാല റസൂലുള്ളാഹി. എന്നാൽ അതിനുള്ളൊരു സമ്മാനം നിങ്ങൾക്ക് ഇവിടുന്ന് തരാം. ആ സമ്മാനം നിങ്ങൾ മരണം വരെ കൊണ്ടുപോയി നടന്നാൽ നിങ്ങൾക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം, ഡെഫിനിറ്റായി ചൊല്ലാം, ഉറപ്പിച്ചു ചൊല്ലാം. അത് വാങ്ങിക്കാൻ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഈ മജ്‌ലിസിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റുകൊണ്ട് സദസ്സിൽ ഒന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. പുരുഷന്മാരായ നിങ്ങളെല്ലാവരും, ബാക്കിലുള്ളവരെല്ലാവരും, റോഡിലുള്ളവരെല്ലാവരും നമ്മുടെ മജ്‌ലിസിന്റെ അകത്തേക്കൊന്ന് കടക്കണം. പിന്നിലിരിക്കുന്നവരൊക്കെ ഒന്ന് മുന്നോട്ട് കയറി വരണം. എന്തിനാ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? ഈമാനോടെ മരിക്കാനുള്ള സമ്മാനം തരാൻ. എപ്പോ മരിക്കുകയാണെങ്കിലും, എവിടെ കടന്ന് മരിക്കുകയാണെങ്കിലും, എങ്ങനെ മരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈമാനോടുകൂടെ തന്നെ മരിക്കാൻ പറ്റും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇമാം ഫഖറുദ്ദീൻ റാസി. ആരാണ് ഇമാം ഫഖറുദ്ദീൻ റാസി? ലോക പ്രശസ്ത പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പോരാ, പരിശുദ്ധ ഖുർആനിന് ഏറ്റവും വലിയ തഫ്സീർ എഴുതിയ, ലോകത്തിലെ ഏറ്റവും വലിയ തഫ്സീർ എഴുതിയ പണ്ഡിതനാണ് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. തഫ്സീറുൽ കബീർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കിതാബ് എഴുതിയ ആ റാസി ഇമാം, തഫ്സീർ എഴുതിയ റാസി ഇമാം, പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ റാസി ഇമാം മരിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദായ റാസി ഇമാം മരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ തലക്ക് ഭാഗത്ത് നിന്നിട്ട് ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ റാസി ഇമാമിന് ചെല്ലാൻ കിട്ടിയില്ല. അവസാനം ശിഷ്യന്മാര് വലഞ്ഞുപോയി, പടച്ചവനെ ഇനി എങ്ങനെ എന്ത് ചെയ്യും? ഇമാം ഫഖറുദ്ദീൻ റാസിക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കിട്ടുന്നില്ല. അവസാനം ശിഷ്യന്മാര് കൈമലർത്തി. ആ സമയത്ത് അവിടെ ഒരു കറാമത്ത് കാണുകയാണ്. എന്താണ് കറാമത്ത് കാണുന്നത്? ആകാശത്തിൽ നിന്നൊരു വ്യക്തി അവിടെ ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്ന വ്യക്തി നേരെ ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു കിടക്കുന്ന റൂമിലേക്ക് അങ്ങ് ചെന്നു. എന്നിട്ട് മരണശയ്യയിൽ കിടക്കുന്ന റാസി ഇമാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇതങ്ങ് കേട്ട ഉടനെ റാസി ഇമാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന വ്യക്തി ആരായിരുന്നെന്നോ? എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയൊരു വലിയായിരുന്നു. ആ വലിയുമായി റാസി ഇമാമിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ആ വലിയിന്റെ കയ്യിൽ നിന്ന് റാസി ഇമാം ഒരു ദിക്ർ വാങ്ങി ചൊല്ലാറുണ്ടായിരുന്നു. അതാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്നെ മാലയെ പറഞ്ഞത്, എന്റെ മുരീദുകൾ നല്ലവർ അല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ, എന്നെ പേടിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പേടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവർ. അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഔലിയാക്കളെ പ്രിയം വെച്ചവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവരെ ഹാദറായി വന്ന് ദിക്ർ ചൊല്ലിക്കൊടുക്കും. അവര് മുറബ്ബിയായ ശൈഖന്മാരാണ്. ആരാണ് മുറബ്ബിയായ ശൈഖ്? ആരാണ് ഔലിയാക്കള്? ആരാണ് മഹാന്മാര്? അത് വിശദമായി ചർച്ച ചെയ്യേണ്ട സബ്ജക്റ്റാണ്. എന്റെ സബ്ജക്റ്റിന്റെ പുറത്തായത് കൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഏതോ ആവട്ടെ, റാസി ഇമാം റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന വലിയ ദിക്ർ ചൊല്ലിക്കൊടുത്തപ്പോ റാസി ചൊല്ലി ദിക്ർ. എന്താ റാസി ചൊല്ലാനുള്ള കാരണം? ആ വലിയും റാസിയും തമ്മിൽ നേരത്തെ ഒരു ശൈഖിന്റെ മുരീദിന്റെ ബന്ധമുണ്ടായിരുന്നു, ഒരു ദിക്റിന്റെ ബന്ധമുണ്ടായിരുന്നു, ഒരു സലാത്തിന്റെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലാൻ പറ്റിയത്. അത്ര വലിയ പണ്ഡിതനായ റാസി ഇമാമിന് മരിക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലാൻ പ്രയാസം ഉണ്ടായെങ്കിൽ നമ്മളൊക്കെ റാസി ഇമാം എഴുതി വെച്ച കിതാബ് വായിക്കാനുള്ള വിവരമില്ലാത്ത ജാഹിലീങ്ങളാ ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന എല്ലാ വലിയമാരും. റാസി ഇമാമിനെ അപേക്ഷിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ മുസ്ലിംമാരും, നിങ്ങൾ ഏത് മുസ്ലിം പണിയെടുത്താലും ജാഹിലീങ്ങളാ. അത്ര വലിയ മഹാനായ റാസി ഇമാമ് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയാതെ വിഷമിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ കയ്യിൽ എന്ത് നിസ്കാരമുള്ളത്? നമ്മുടെ കയ്യിൽ എന്ത് നോമ്പാണുള്ളത്? നമ്മുടെ കയ്യിൽ എന്ത് ദാനധർമാണുള്ളത്? നമ്മുടെ കയ്യിൽ എന്ത് സദഖയാ ഉള്ളത്? നമ്മൾ എന്ത് വിചാരിച്ചിട്ടായിരിക്കുന്നു ദുനിയാവിൽ? ഈ ആഡംബരം ഇങ്ങനെ കണ്ടിട്ട് ഇത് എക്കാലത്ത് ഉണ്ടാകുന്നു? ഖുർആൻ പറഞ്ഞില്ലേ, എല്ലാം നിനക്ക് പോവും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മുതലും മക്കളൊക്കെ ദുനിയാവിന്റെ ആഡംബരങ്ങളാ. അത് 40 കൊല്ലം 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം ഏറിയ 80 കൊല്ലം കഴിഞ്ഞു, കത്തിക്കലി കഴിഞ്ഞു. ഇപ്പൊ വയസ്സ് എത്രയായി? നമുക്ക് ആലോചിച്ചിട്ടുണ്ടോ? 60 വയസ്സ് കഴിഞ്ഞവരെ റസൂലുള്ളാഹി പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. എന്റെ സമുദായത്തിന്റെ വയസ്സ് 60 to 70. 60 to 70 ആരാ പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. 60 to 70ന്റെ ഉള്ളില് എന്റെ സമുദായത്തിലെ ആളുകൾ മരിക്കും പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് 63-ൽ. അബൂബക്കർ സിദ്ദീഖ് മരിച്ചത് 63-ൽ. മഹാന്മാരൊക്കെ മരിച്ചത് 63-ൽ. മരിക്കുന്ന വയസ്സിൽ ഏറ്റവും നല്ല വയസ്സ് 63 അത് റസൂലുള്ളാഹിന്റെ വയസ്സാണ്. ചിലപ്പോൾ 70 വയസ്സ് വരെ ഇവിടെ ഉള്ളവരുണ്ടാവും, 75 ആയവരുണ്ടാവും, 80 ആയവരുണ്ടാവാം, ചിലപ്പോൾ 90 ആയവരുണ്ടാവാം. അതൊരു കൺസിഡറേഷൻ ആണെന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി. കാരണം സദഖ ആയുസ്സിനെ വർദ്ധിപ്പിക്കുമെന്ന് കാല റസൂലുള്ളാഹ്. കുടുംബബന്ധം ചേർക്കൽ ആയുസ്സിനെ വർദ്ധിപ്പിക്കുമെന്ന് കാല റസൂലുള്ളാഹ്. അങ്ങനെ ചില ഓഫർ കൊണ്ട്, ചിലപ്പോ ചില പരീക്ഷണം കൊണ്ട് 80 വയസ്സ് വരെ ജീവിച്ചിട്ട് എന്താ കിട്ടാന്ന് അറിയാമെന്ന് നോക്കട്ടെ. കുരുത്തക്കടന്നെയാണോ അധികരിപ്പിക്കുന്നത്? നാളെ റബ്ബിന്റെ കോടതിയിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ട ആയുസ് എവിടുന്ന് കിട്ടി? മുടക്കുവനെ 4 കാര്യത്തിന് മറുപടി പറയാതെ ഒരു മൊയ്ലിയാരും ഒരു തങ്ങളും ഒരു ഔലിയും ഒരു നബി സ്വർഗത്തിൽ കടക്കില്ല. നബി സ്വർഗത്തിൽ കിടക്കണമെങ്കിലും ഔലിയ സ്വർഗത്തിൽ കിടക്കണമെങ്കിലും ആര് കിടക്കണമെങ്കിലും ആദമിന്റെ കാതം മനുഷ്യന്റെ കാൽപാദങ്ങള് എടുക്കാനെന്ന് സമ്മതിക്കില്ല 4 കാര്യങ്ങൾക്ക് മറുപടി പറയാതെ. ഒന്നാമത്തത് ആയുസ്, അതെവിടെ ചെലവഴിച്ചു പറയണം മറുപടി. രണ്ടാമത്തേത് യുവത്വം, അതെവിടെ ചെലവഴിച്ചു പറയണം മറുപടി. മൂന്നാമത്തേത് സമ്പത്ത്, എവിടുന്നുണ്ടാക്കി അതെവിടെ കൊണ്ടുപോയി ചെലവഴിച്ചു. ഈ 4 കാര്യത്തിന് മറുപടി പറയാതെ ഒരാളും സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് കാല റസൂലുള്ളാഹി. അപ്പോ നമുക്ക് മരിക്കും എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അതിനൊരു സമ്മാനങ്ങൾ തരാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്.
കേട്ടോ. ആ സമ്മാനം എന്താണെന്നറിയോ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഡെഫിനിറ്റ് ആയി ചെല്ലാം. അതിന് ദുനിയാവിൽ ഒരു ഉറപ്പ് കിട്ടണം. അതെന്താണ് ഉറപ്പ്? ഈ ദുനിയാവിൽ ആരെങ്കിലും സത്യവിശ്വാസി ആരായാലും വേണ്ടില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ടാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ദുനിയാവിൽ ഒരു മുസ്ലിം സ്വപ്നം കണ്ടാൽ അവൻ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, അവൻ സ്വർഗത്തിൽ കടക്കും, അവൻ നബി തങ്ങളുടെ കൂടെയാണ്. ഉറപ്പ്. അതിനുള്ള ഗ്യാരണ്ടിയാണ്, വാറണ്ടിയാണ് നബിനെ ദുനിയാവെന്ന് സ്വപ്നം കാണുക എന്നുള്ളത്. അത് കാണണമെങ്കിൽ ഇപ്പൊ എന്താ മാർഗം എന്നുള്ളതാണ് പിന്നത്തെ ചർച്ച. ഒറ്റ മാർഗമേ ഉള്ളൂ, സല്ലു അലൈഹി, ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നവന്റെ ഖൽബ് ശുദ്ധിയാവും. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നവന്റെ ഖൽബ് ശുദ്ധിയാകും. ഖൽബ് ശുദ്ധിയാകുമ്പോ പിന്നെ നുണ പറയില്ല. ഖൽബ് ശുദ്ധിയാകുമ്പോ പിന്നെ കിബിർ ഉണ്ടാവില്ല. ഖൽബ് ശുദ്ധിയാകുമ്പോ പിന്നെ ഹസദ് ഉണ്ടാവില്ല. ഖൽബ് ശുദ്ധിയാകുമ്പോ പിന്നെ നിസ്കാരം ഖളാ ആകില്ല. ഖൽബ് ശുദ്ധിയാകുമ്പോ പിന്നെ വ്യഭിചാരം ഉണ്ടാവില്ല. ഖൽബ് ശുദ്ധിയാകുമ്പോ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഹൃദയമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് ഖൽബിനെ ശുദ്ധീകരിക്കുന്ന മരുന്നാണ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത്. ആ സലാത്തിന്റെ രാജാവായ സലാത്താണ് സലാത്തു താജ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണാൻ മശായിഖന്മാരി എഴുതി വെച്ച സലാത്താണ് സലാത്തു താജ്. അത് നിങ്ങൾ ദിവസം ഒരു വട്ടം ചൊല്ലിയാൽ, അല്ലെങ്കിൽ വ്യാഴാഴ്ച ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഞായറാഴ്ച ചൊല്ലിയാൽ, നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണും. അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും മനാമിൽ സ്വപ്നത്തിലെത്തിച്ചാൽ ആ ശരീരം ജഹന്നം എന്ന നരകത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കിട്ടും. ഡെഫിനിറ്റ് ഉറപ്പാണ്. അതിനുള്ള സലാത്താണ് സ്വലാത്തു താജ്. ഒരു വട്ടം നിങ്ങൾക്ക് അത് ഇവിടുന്ന് ചൊല്ലിത്തരുന്നുണ്ട്. ഒരു ഫാത്തിഹ ആദ്യമായി റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് വിളിച്ചതിന്റെ ശേഷം ഒരു വട്ടം ആ സലാത്ത് ഇവിടുന്ന് ചൊല്ലിത്തരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോയതിന്റെ ശേഷം കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം, ദിവസത്തിൽ ഒരു വട്ടം ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്ത് ചെല്ലണം. സലാത്തു താജ്. ആ സലാത്തു താജ് ഒരു വട്ടം ഇവിടുന്ന് ചൊല്ലുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹ വിളിക്കാൻ വേണ്ടി പോവുകയാണ് മുഅ്മിനീങ്ങളെ. ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സുമ്മ ഇലാ ഹദറത്തി അർവാഹി അംബിയാ ഇല്ലാഹി തആല സുമ്മ ഇലാ ഹദറത്തി അർവാഹി അംബിയാ ഇല്ലാഹി തആല വഔലിയാ ഇല്ലാഹി തആല മിൻ മശാരിക്കിൽ അർളി ഇലാ മഗാരിബിഹാ സഗീറൻ വകബീറൻ ദക്റൻ വഉൻസാ കുല്ലിഹിം അജ്മഈന അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا ومصطفانا محمد صلى الله عليه وسلم صاحب التاج والمعراج والبراق واللم ضعف البلاء والوباء والقحط والمرض والألم. اسمه مكتوب مرفوع مشفوع منقوش باللوح والقلم. سيد العرب والعجم. جسمه مقدس معطر مطهر منور في البيت والحرم. شمس الضحى بدر الدجى صدر الللا نور الهدى كف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم. والله واسمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتقى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده. سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راغة العاشقين مراد المستاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين. سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله. يا أيها المستاقون بنور جماله صلوا عليه وآله وأصحابه
وأصحابه وأتباعه وأحبابه وسلموا تسليما. അർഹമുർറാഹിമായ രാജരക്ഷിതാവായ അൽമാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ ചൊല്ലിയ സലാത്തു താജന 4600 മൈലുകൾക്കപ്പുറത്ത് വിശുദ്ധ മദീനയുടെ വിശുദ്ധ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് ഹദിയ ചെയ്തിരിക്കുന്നു. നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, 4444 രൂപ ഓഫർ പറഞ്ഞ എല്ലാ ആളുകൾക്കും അല്ലാഹുവിന്റെ റസൂലിനെ മനാമിൽ കാണാനുള്ള ഹല്ല് കൊടുക്കണേ അല്ലാഹ്. തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് മഹബത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, സദസ്സ് നീ സ്വീകരിക്കപ്പെടുന്ന സദസ്സാക്കണേ തമ്പുരാനെ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് അസൂയ വെച്ചവർക്ക് നീ മാപ്പ് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെ മഹബത്ത് കൊണ്ട് ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ മുഴുവൻ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. കള്ളുകുടിയന്മാരും പിടിയന്മാരുമാക്കല്ല തമ്പുരാനെ. ജാഹിലീങ്ങളും മുനാഫിഖീങ്ങളുമാക്കല്ല തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പെൺകുട്ടികളെ സ്വാലിഹത്തീങ്ങളാക്കണേ അല്ലാഹ്. അന്യവന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോകുന്ന മക്കളാക്കല്ല അല്ലാഹ്. അന്യവന്റെ കൂടെ ഇറങ്ങി ഓടി പോകുന്ന മക്കളാക്കല്ല അല്ലാഹ്. സഹോദരിമാരാക്കല്ല അല്ലാഹ്. ഭാര്യമാരാക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ കുടുംബ ജീവിതം ഇസ്ലാമികമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറുകൾ നീ വെളിച്ചമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. കുടുംബങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ കുടുംബങ്ങളുടെ ഖബറുകൾ സ്വർഗമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ അറിയുന്നവനാണ്, കാണുന്നവനാണ്. നീ സ്വീകരിച്ച് കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ല തമ്പുരാനെ. ഈമാനില്ലാതെ മടക്കി പിടിക്കല്ല തമ്പുരാനെ. ക്യാൻസർ, എയ്ഡ്സ്, എബോള, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, മാറാവ്യാധികൾ, മഹാവ്യാധികൾ, ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങൾ, കീറി മുറിച്ച് കളയുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. പടച്ചവനെ, ആട്ടി അകറ്റപ്പെടുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. ഞങ്ങൾ ആരെയും പെട്ടെന്ന് മൂത്താക്കല്ല തമ്പുരാനെ. മുന്നറിയിപ്പില്ലാതെ മടക്കി വിളിക്കല്ല അല്ലാഹ്. അപകടങ്ങൾ കടന്നു പറഞ്ഞ് മരിപ്പിക്കല്ല തമ്പുരാനെ. ആക്സിഡന്റുകളിൽ ഞങ്ങളെ മൃത്യുവാക്കല്ല തമ്പുരാനെ. പടച്ചവനെ, ആപത്ത് ബലാല് മുസീബാത്തുകളിൽ നിന്ന് ഞങ്ങളെ സലാമത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. നിന്റെ ജഹന്നം എന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ ഇത്ഖാക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ മനാമിൽ കാണാനുള്ള കണ്ണും കരടും ഖൽബും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വശാരമായി നൽകണേ അല്ലാഹ്. അതുവഴിയായി ജഹന്നം എന്ന നരകം ഞങ്ങൾക്ക് ഹറാമാക്കി സ്വർഗം വുജൂബാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ തന്നതിലും തരാൻ പോകുന്നതിലും മതിയായ ബറക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഷുഗർ ഉള്ളവർ ഇവിടെയുണ്ട്, പ്രഷർ ഉള്ളവർ ഇവിടെയുണ്ട്, ഹാർട്ടിന് രോഗമുള്ളവരുണ്ട്, വയറിന് രോഗമുള്ളവരുണ്ട്, കുടലിന് രോഗമുള്ളവരുണ്ട്, തലക്ക് അസുഖമുള്ളവരുണ്ട്, കാലിന് അസുഖമുള്ളവരുണ്ട്, പുറത്ത് പറയാൻ പഠിക്കുന്ന രഹസ്യമായ അസുഖങ്ങൾ പലരുമുള്ളവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഞങ്ങളുടെയും ശാരീരികമായ, മാനസികമായ, പൈശാചികമായ, ലാഹിരിയായ, ബാത്തിനിയായ, ഐനിയായ, ലഅനിയായ, സഹരിയായ എല്ലാ രോഗങ്ങളും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ശിഫ തരണേ അല്ലാഹ്. ശിഫ തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് സിഹ്ർ ചെയ്യുന്ന സാഹിരീങ്ങളുടെ സിഹ്റുകളെ അവരിലേക്ക് തന്നെ റദ്ദ് ചെയ്യണേ അല്ലാഹ്. അവരിലേക്ക് തന്നെ റദ്ദ് ചെയ്യണേ അല്ലാഹ്. അവരിലേക്ക് തന്നെ റദ്ദ് ചെയ്യണേ അല്ലാഹ്.
പടച്ചവനെ ദീർഘകാലം നീലുള്ള ഇസ്ലാമിനെ ഖിദ്മത്ത് ചെയ്തതിന്റെ ശേഷം ഒരു വെള്ളിയാഴ്ച രാവോ ഒരു തിങ്കളാഴ്ച രാവോ വസിയത്തുകളൊക്കെ പറഞ്ഞുറപ്പിക്കപ്പെട്ടതിന്റെ ശേഷം മുറാദുകളൊക്കെ വീട്ടപ്പെട്ടതിന്റെ ശേഷം കടബാധ്യതകളൊക്കെ കൊടുത്തു വീട്ടപ്പെട്ടതിന്റെ ശേഷം ഒരു വെള്ളിയാഴ്ച രാവോ അതല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച രാവോ 2 റക്അത്ത് നിസ്കാരത്തിന്റെ പിറകെ സുജൂദിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഹൂറുല്ലിങ്ങളെ കണ്ട് വേദനയറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി കണ്ണടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഈ സംഘടനയുടെ പ്രവർത്തകർക്ക് മുഴുവൻ നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഇവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തിയായി നടത്താൻ ഇനിയും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇവർ ആഗ്രഹിച്ച ആഫീസ് വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനം തുടങ്ങി അത് ഈ നാടിന്റെ മുഖമുദ്രയാക്കി മാറ്റാനുള്ള തൗഫീഖ് അവർക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കപ്പെടുകയാണ്.